ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി നൽകും. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആവർത്തിച്ചു പറയാറുണ്ട്. പക്ഷേ നിലവിലെ അവസ്ഥ എന്താണ്? 6 മാസമായിരിക്കുന്നു ക്ഷേമ പെൻഷൻ കുടിശ്ശിക മുടങ്ങിയിട്ട്. കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിച്ചിട്ടാകട്ടെ 16 മാസം. കയത്തൊഴിലാളി പെൻഷൻ നൽകിയിട്ട് 5 മാസം. കശുവണ്ടി തൊഴിലാളി പെൻഷനും നെയ്ത്ത് തൊഴിലാളി പെൻഷൻ ലഭിച്ചിട്ട് 3 മാസം. മറ്റു വരുമാനമില്ലാത്തവർ, രോഗികൾ, അവർ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. പെൻഷൻ മാത്രമല്ല, പ്രസവാനുകൂല്യങ്ങളും വിദ്യാഭ്യാസ സഹായങ്ങളും അടക്കം നൽകിയിട്ടില്ല. മരണാനന്തര സഹായത്തിലും ചികിത്സാധന സഹായത്തിലും കോടികളാണ് കുടിശ്ശിക. സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ സാധാരണക്കാരുടെ ജീവിതം കൊണ്ട് വിലപേശുകയാണ് സർക്കാർ. റിപ്പോർട്ട് ലൈവാത്തോൺ വിശദമായി പരിശോധിക്കുന്നു. പെൻഷൻ എവിടെ സർക്കാരെ? ഇല്ല, അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യം. അത് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുത്തിരുന്നു. അപ്പോൾ അതിനകത്ത് നിയമസഭയിൽ പറഞ്ഞ ഇല്ല അങ്ങനെ മുടങ്ങി കിടക്കുന്നില്ല. അതൊരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ 300 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ വർഷം 2 കൊടുക്കും, അടുത്ത വർഷം 3 കൊടുക്കും. ഈ വർഷം 1 കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. മന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. പക്ഷേ വസ്തുത എന്താണ്? വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ടീം റിപ്പോർട്ടർ തയ്യാറാണ്. TV പ്രസാദ്, ദിലീപ് ദേവസ്യ, അരുൺ സോളമൻ, ജേസൺ ചാമോളപ്പിൽ, VS രഞ്ജിത്ത്, മുബഷീർ P. അക്ബർ, സന്ദീപ് രാജാക്കാട്, ശരത് SS, അലി അക്ബർ ഷാ, അർജുൻ കല്യാട്. ഞങ്ങളുടെ പ്രതിനിധികളുടെ നീണ്ട നിര തന്നെയുണ്ട്. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ സർക്കാർ ഇടയ്ക്കിടെ നൽകുന്ന ഉറപ്പുകൾ എവിടെ വെച്ചിട്ടാണ് മുറിയുന്നത് എന്നറിയേണ്ടതുണ്ട്. ആദ്യം അരുൺ സോളമനിലേക്ക്. അരുൺ, ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം, ഇന്നത്തെ പ്രതികരണമാണ് കണ്ടത്. സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അതേസമയം പെൻഷൻ നൽകാത്ത സാഹചര്യം, അത് ഉറപ്പുകൾ അതിനിടയ്ക്ക് നൽകുകയും ചെയ്യുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ മുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷമായിരിക്കുന്നു എന്നുള്ളതാണ്. 3.25 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ മുടങ്ങിയിരിക്കുന്നു. 2023 ഏപ്രിൽ മാസം മുതൽ മറ്റാനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. സെസ്സിനത്തിൽ ലഭിച്ചിരുന്ന തുക മുടങ്ങിയതാണ് തിരിച്ചടിയായിരിക്കുന്നത്. പെൻഷൻ തുക മുടങ്ങിയതോടെ പലരുടെയും ചികിത്സ പോലും പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യമാണ്. കണ്ണു തുറന്നു കാണണം ഇവരുടെ ദുരവസ്ഥ. പെൻഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ട് 16 മാസമായി. 17 മാസം ഉണ്ടായിരുന്നു, കഴിഞ്ഞ മാസം 1 മാസം തന്നു. ഇനി 16 മാസമുണ്ട്. പെൻഷൻ മാത്രമല്ല, മുടക്കം 3 വർഷം കൊണ്ട് ഒരാനുമില്ല. ഈ ക്ഷേമനിധി ബോർഡൊന്നും കൊടുക്കണില്ല. 16 ക്ഷേമനിധിയിൽ ഇത് തന്നെ സ്ഥിതി. ഞങ്ങളെ നിയമം, ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമം എന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമം കൂടെ ഉള്ളതാണ്. സുപ്രീം കോടതി അംഗീകരിച്ച നിയമമാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകരിച്ച നിയമമാണ്. ഈ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മുതൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും ലേബർ വകുപ്പും കൂടെ പിരിക്കുന്ന പൈസ. അപ്പോൾ കുടിശ്ശിക തീർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. 5 പൈസയും പുറത്തുമില്ല, അവർ പിരിക്കണമില്ല, ഒന്നും കാണാനുമില്ല. ഇഷ്ടം പോലെ പൈസ പിരിക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആകെ ഉണ്ടായിരുന്ന പെൻഷനാണ്. ഇതിപ്പോൾ 2 വർഷം അവൾ ഈ പെൻഷൻ കിട്ടാൻ തുടങ്ങിയിട്ട് 18 വയസ്സ് തൊട്ട് ഞാൻ പെൻഷൻ പൈസ ആദ്യം 20 രൂപ വെച്ച് കെട്ടി, പിന്നെ 50 രൂപ വെച്ച് കെട്ടിയാണ് ഈ പെൻഷൻ കിട്ടുന്നത്. പക്ഷേ വിധവ പെൻഷൻ ഞാൻ എഴുതി കൊടുത്ത വിധവ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇത് കിട്ടിയപ്പോൾ അത് അവർ 1000 രൂപ കട്ടാക്കി കളഞ്ഞു. എനിക്ക് ഈ കിട്ടുന്ന വരുമാനമുണ്ട്. ഇപ്പം ഇവിടെ നിന്നും പെൻഷൻ സമയത്തിന് കിട്ടണില്ല, അവിടുത്തെ പെൻഷൻ കട്ടുമാക്കി. അതുമില്ല, നമ്മൾ ഭരണത്തെ എല്ലാം മസർക്കും ചെയ്തും പേപ്പറുകളെല്ലാം ശരിയാക്കി കൊണ്ട് കൊടുക്കണം. പക്ഷേ പെൻഷൻ കൃത്യമായിട്ട് കിട്ടണില്ല. അപ്പം അതുമില്ല, ഇതുമില്ല. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ സോളമൻ, 1.5 വർഷം എന്നുള്ളത് ചെറിയ കാലയളവല്ല. അത് 3.5 ലക്ഷത്തോളം പേർക്ക് കിട്ടാത്ത പെൻഷന്റെ വിവരങ്ങളാണ് പ്രതികരണങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ന്യായീകരണം? സ്മൃതി, തീർച്ചയായിട്ടും തൊഴിൽ വകുപ്പിന് കീഴിൽ 16 ക്ഷേമനിധി ബോർഡുകളാണുള്ളത്. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡാണ്. കഴിഞ്ഞ 16 മാസമായിട്ട് ഇവർക്ക് 1600 രൂപ പ്രതിമാസം കിട്ടേണ്ട പൈസ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ കാര്യം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ തിരുവനന്തപുരത്തെ ഈ തൈക്കാടുള്ള ക്ഷേമനിധി ബോർഡിലെ ജില്ലാ ഓഫീസിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. ഇവിടെ ദിവസവും ആയിരങ്ങളാണ് വന്ന് അവരുടെ മസ്റ്ററിംഗ് ചെയ്യുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് മസ്റ്ററിംഗ് ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും പലരും ജില്ലയിലെ പല പ്രദേശങ്ങളിൽ നിന്നാണ് കടന്നു വരുന്നത്. തമ്പാനൂർ ഇറങ്ങിയിട്ട് 50 രൂപ, ഏറ്റവും കുറഞ്ഞത് 50 രൂപ കൊടുത്താൽ മാത്രമേ ഒരു മനുഷ്യനെ ഈ ജില്ലാ ഓഫീസിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വരുമ്പോൾ പോലും അവർക്ക് അവരുടെ പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു അനാസ്ഥയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. പലപ്പോഴും ഈ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോഴും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇതിലെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിമാസ വരുമാനം 72 കോടിയോളം
കോടിയോളം രൂപയാണ്. ഈ 72 കോടിയോളം രൂപയുണ്ടെങ്കിൽ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിന് മുന്നോട്ട് പോകാൻ കഴിയും. അതിൽ 62 കോടി രൂപയാണ് ഈ ഓരോ ബോർഡിലും, അതായത് നിലവിൽ 3.24 ലക്ഷം തൊഴിലാളികളാണ് നിലവിൽ പെൻഷൻ പറ്റുന്നത്. ഈ പെൻഷൻ പറ്റുന്നവരുടെ നിലവിൽ 16 മാസം, അതായത് 1.5 മാസത്തോളം അടുക്കുന്നു. ഇതിന് പുറമെ മറ്റ് ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് 18 മാസമായി അവരുടെ മറ്റ് ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ്. അതായത് ഒരു തൊഴിലാളി ഇതിൽ 1980കളിലൊക്കെ അംഗമായിട്ടുള്ളവർ 20 രൂപയാണ് അന്ന് കെട്ടിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് 50 രൂപയാക്കി മാറ്റി. എന്നാലും ഈ അംശദായം കൃത്യമായി അടച്ചവരാണ് നിലവിൽ 60 വയസ്സ് പിന്നിട്ട അവരുടെ ആനുകൂല്യത്തിന് വേണ്ടി അവർ വരുമ്പോഴും പലപ്പോഴും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. മുമ്പെങ്ങുമില്ലാത്ത ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചപ്പോൾ പോലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് പല തൊഴിലാളികളും പങ്കുവെക്കുന്നത്. ഇതിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ പലരെയും നമ്മൾ ഇന്ന് കണ്ടു. അവരൊക്കെയും വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് പങ്കുവെക്കുന്നത്. അവർക്ക് അവരുടെ പലരുടെയും ദൈനംദിനമായിട്ടുള്ള മരുന്ന് വാങ്ങാൻ പറ്റും പോലുമുള്ള പൈസ കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ഒരു ചേട്ടൻ ചേരുന്നുണ്ട്. എത്ര മാസമായി ചേട്ടാ പൈസ കിട്ടാതായിട്ട്? 18 മാസം കൊണ്ട് കിട്ടുന്നില്ല. 18 മാസം കൊണ്ട് 18 മാസമായി 18 മാസം കൊണ്ട് പെൻഷൻ കിട്ടുന്നില്ല. കഴിഞ്ഞ മാസവും കിട്ടി, എൻ്റെ മുൻപത്തെ മാസവും കിട്ടി. ബാക്കി 16 മാസം കുടിശ്ശിക ഇന്നും നിലവിലുണ്ട്. ഈ പ്രതിമാസം നിങ്ങളിങ്ങനെ വന്ന് ഈ അപേക്ഷ കൊടുക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്? ഇല്ല, ഒരു വർഷത്തിലൊക്കെയാണ് ഞങ്ങൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടു കൊടുക്കുന്നത്. ഇന്ന് കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടും പെൻഷൻ കിട്ടുന്നില്ല. പെൻഷൻ കിട്ടുന്നില്ല. അതിനുവേണ്ടി നമ്മൾ വലിയ പ്രയാസപ്പെടുകയാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ചേട്ടാ, എന്താണ് അവസ്ഥ? എന്താണ് പഞ്ചായത്തിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ 2 മാസത്തേക്ക് കൊടുത്തപ്പം കരഞ്ഞ് ഇതിന് 1 മാസത്തേക്ക് ഈ കഴിഞ്ഞ മാസം തന്നു. പിന്നെ 18 മാസത്തെ കുടിശ്ശിക കിടക്കുകയാണ്. അത് സർക്കാരിൻ്റെ ഇത് ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ തന്നെ നാളെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 18 മാസത്തെ കുടിശ്ശിക ഉണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലെ. അത് കെട്ടിട നിർമ്മാണ സെസ് പിരിച്ച് പൈസ കൊടുക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ സംഗതി നടക്കില്ല. ഒരു പരിഹാരവും ഉണ്ടാവുന്നില്ല. ഇതിൻ്റെ മന്ത്രി ശിവൻകുട്ടിയാണ്. അവനെ കൊണ്ട് യാതൊരു മണ്ണാക്കും നടക്കുന്നില്ല. അവൻ ചുമ്മാ ഓരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കും. വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഇല്ല. വേറെ ഒരു പ്രയോജനമില്ലാത്ത മന്ത്രി. ചേട്ടാ എത്ര മാസമായി? ഇത് 15 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 18 വർഷം. ഇത് ഇപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ക്ഷേമ പെൻഷനും കിട്ടുന്നില്ല. ഇതുണ്ടല്ലോ ക്ഷേമ പെൻഷൻ, അത് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിൻ്റെ അതും കിട്ടുന്നില്ല. സാമൂഹ്യ പെൻഷൻ കിട്ടുന്നില്ല. 2 പെൻഷനും കിട്ടാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നത്. 2 പെൻഷനും കിട്ടാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാണ്. പക്ഷേ ഇവരുടെ നിന്ന് ഒരു ഇതുമില്ല. എന്നും വരിക, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവുക. അടുത്ത വർഷം ഇത് തന്നെ. ഓരോ വർഷവും ഇങ്ങനെ വരുന്നു, സർട്ടിഫിക്കറ്റ് കൊടുത്തു പോവുകയാണ്. അത്ര തന്നെ. അല്ലാതെ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു കാര്യം നടക്കുന്നു. പ്രതിപക്ഷത്തുള്ളവനും നാക്കടത്ത് മിണ്ടുന്നില്ല. പ്രതിപക്ഷം ഈ കാര്യം സഭയിൽ ആരോപിക്കുന്നില്ല എന്നാണ് പറയുന്നില്ല. ജനങ്ങൾക്ക് ആർക്കും പ്രതികരണമില്ല. ഇതുപോലെ ഓരോരുത്തർ കഷ്ടപ്പാട് കൊണ്ട് പറയുന്നു. അത്രയും സ്മൃതി, അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഓഫീസ് നോക്കിയാൽ, ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം, നിറയെ ഓട്ടകൾ. തിരുവനന്തപുരത്തെ റിപ്പോർട്ടർ ഓഫീസിന് തൊട്ടടുത്താണ് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസ്. ഇവിടെ രാവിലെ 10 മണി കഴിഞ്ഞാൽ തമ്പാനൂരിലെ മിക്ക ഓട്ടകളും ഇവിടെ വന്നിറങ്ങുന്നതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ നിത്യരോഗികളായിട്ടുള്ള മനുഷ്യന്മാരാണ് ഇവിടെ വന്നിറങ്ങുന്നത്. ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ പലരും അവരുടെ കാലിന് സ്വാധീനമില്ലാത്തവരുണ്ട്. വളരെ പ്രായം ചെന്ന മനുഷ്യർ. അവർ ജീവിച്ചിരിക്കുന്നതിന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഒരു അവസ്ഥയിലൂടെയാണ് ഈ 2ാം പിണറായി സർക്കാർ എത്തിയപ്പോൾ കടന്നു പോകുന്നത്. അത്തരത്തിൽ മസ്റ്ററിംഗ് ചെയ്തിട്ട് പോലും പെൻഷൻ കിട്ടാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. 830 കോടി രൂപ കുടിശ്ശികയുണ്ട്. ഇതിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല. നിലവിൽ പ്രതിപക്ഷവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആരുമില്ല എന്നുള്ള, തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ചു പറയുന്നത്. 3.24 ലക്ഷം തൊഴിലാളികളാണ് നിലവിൽ ക്ഷേമനിധി ഈ പെൻഷൻ പറ്റുന്നത്. പക്ഷേ 830 കോടി രൂപ കുടിശ്ശിക ഉണ്ടായിട്ട് ഇതിന് പരിഹാരം കാണുന്നില്ല. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വർഷം 2014 ജനുവരിയോടുകൂടിയാണ് തൊഴിൽ വകുപ്പിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും സെസ് വരുമാനം കൈപ്പറ്റി വന്നിരുന്നത്. അത് നിലവിൽ കേന്ദ്ര നിയമം 1996 ഒരു കേന്ദ്ര നിയമം ഉണ്ടായിരുന്നു. ആ നിയമം 2024 ഫെബ്രുവരി 14 അവസാനിച്ചു. അതോടുകൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് സെസ്സിന്റെ വരുമാനം വാങ്ങേണ്ടിയിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കേരള മിഷന്റെ ഒരു സോഫ്റ്റ്വെയർ കെ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. ആ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചുകൊണ്ട് ഈ സെസ്സിന്റെ വരുമാനം കൈപ്പറ്റി ഈ കുടിശ്ശിക വീട്ടാം എന്നുള്ള ഒരു ഉറപ്പായിരുന്നു അന്ന് എൽദോസ് കുന്നപ്പള്ളി നിയമസഭയിൽ ആരോപിച്ചപ്പോൾ വി ശിവൻകുട്ടി നൽകിയ മറുപടി. പക്ഷേ ആ മറുപടി നൽകിയത് ജൂൺ മാസമാണ്. എന്നിട്ടും ഇതുവരെയും അതിന് പരിഹാരം കണ്ടില്ല. അന്ന് 806 കോടി രൂപയായിരുന്നു കുടിശ്ശികയെങ്കിൽ ഇന്നിപ്പോൾ 830 കോടി രൂപ കുടിശ്ശികയായി മാറി. ഇവിടെ വന്നിരിക്കുന്ന ഭൂരിഭാഗം പേരും അവരുടെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എത്ര മാസമായി ചേട്ടാ ഇപ്പോൾ പെൻഷൻ കിട്ടിയിട്ട്?
7 മാസമായി ഭക്ഷണം ചെയ്യാനാണോ ഇന്ന് വന്നത്? അതെ അതെ. ഇവിടെ പലപ്പോഴും വന്നപ്പോൾ എന്താ ഇതിന് മറുപടി എന്തെങ്കിലും തന്നിട്ടുണ്ടോ ആരെങ്കിലും? ആർക്കും ഒന്ന് പറഞ്ഞുകൂടെന്നാ പറയുന്നത്. ഇവിടെ നിന്നാണ് വരുന്നത്? ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ വരുന്നത് വട്ടപ്പാറ. വട്ടപ്പാറയെന്നാണ് വരുന്നത്. രാവിലെ എപ്പോൾ തിരിച്ചു? രാവിലെ 7 മണിക്ക്. 7 മണിക്ക് തിരിച്ചാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. മഴ ആയതുകൊണ്ടാണ് ഇപ്പോൾ. അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? അസുഖങ്ങളുണ്ട്, എല്ലാ അസുഖങ്ങളും ഉണ്ട്. ഈ ഒരു പെൻഷൻ മാത്രമാണോ കിട്ടുന്നത്? അതെ അതെ. സാമൂഹ്യ പെൻഷനൊന്നും ഇല്ല? ഇല്ല 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 ഇല്ല. ബഡ്ജറ്റ് പോലും പെൻഷൻ കൊടുക്കുന്നില്ല. 1.5 വർഷത്തിൽ കൂടുതലായി. UDFൻ്റെ സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് 6 മാസം ആകുമ്പോൾ പെൻഷൻ കൊടുക്കും. പ്രസവാനുകൂല്യം എല്ലാ ആനുകൂല്യങ്ങളും 6 മാസം മുമ്പേ കൊടുക്കും. ഇപ്പോൾ 1.5 വർഷം, 2 വർഷം, 3 വർഷം വരെ ആയാൽ പോലും പെൻഷൻ ആനുകൂല്യങ്ങളോ പെൻഷൻ ആയവർക്ക് പെൻഷൻ കൊടുക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ 9 അല്ല അതിലും കൂടുതൽ മാസം പെൻഷൻ ഇവിടെ കുടിശ്ശികയുണ്ട്. 16 മാസമായിട്ട് കുടിശ്ശികയുണ്ട്. എന്തെങ്കിലും ചോദിക്കുമ്പം പൈസ ഇല്ല, സർക്കാരിന് പൈസ ഇല്ല എന്ന് പറയും. ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരാണ് ഇവിടെ ഇത്രയും പേര് ഇവിടെ വരുന്നത്. പെൻഷൻ കിട്ടാത്തത് കൊണ്ടാണ് വരുന്നത്. ഇച്ചിരി നേരം ആയതേ ഉള്ളൂ. ഒരാൾ ഇവിടെ നിന്ന് ഇപ്പം സുഖമില്ലാതെയായി ഓട്ടോ പിടിച്ച് അവർ വീട്ടിൽ പോയി. ഈ ഒരു പെൻഷന് വേണ്ടി മാത്രമാണ്, സർക്കാരിൻ്റെ ഈ പെൻഷന് വേണ്ടി മാത്രമാണ് അവരിവിടെ വരുന്നത്. അതുപോലും ഈ സർക്കാർ കൊടുക്കുന്നില്ല, നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഗുരുതരമായ വിഷയം തന്നെയാണ് അരുൺ സോളമൻ. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് കാലങ്ങളായിരിക്കുന്നു. പലതവണ കേരളം സമരങ്ങൾ കണ്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ഉപതെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. കേന്ദ്രത്തിന്റെ പങ്ക് ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്രവിഹിതം മാത്രമാണോ പ്രശ്നം എന്നുള്ള വിഷയം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. പല ജില്ലകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ക്ഷേമ പെൻഷൻ ലഭിക്കാതായതോടെ ദുരിതക്കയത്തിലാണ് കശുവണ്ടി തൊഴിലാളികളും. ജൂലൈ മാസത്തിനു ശേഷം ഇവർക്ക് സർക്കാർ സഹായം നൽകിയിട്ടില്ല. കശുവണ്ടി മേഖലയിൽ ഗുണഭോക്താക്കൾ 90% സ്ത്രീകളാണ്. പ്രതിമാസം ലഭിച്ചിരുന്ന തുച്ഛമായ തുക പോലും മുടങ്ങിയതോടെ രോഗികളടക്കമുള്ളവർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പ്രതികരണം കാണാം. 1 മാസത്തത് കുടിശ്ശേയും കൂടാന്നെന്നും പറഞ്ഞ് 2 മാസത്തെ ചേർത്ത് തന്നു. 4 മാസമായി കിട്ടിയിട്ട് ഇപ്പോൾ. ആ, ഞങ്ങളെല്ലാം ഒരു കമ്മില്ല ജോലിക്കാരാ. എത്ര വർഷമായി അമ്മ ജോലി ചെയ്യുന്നു? ഞാനും 10-25 വർഷം അവിടെ ചെയ്ത് പിന്നെ പിരിഞ്ഞ്. ഞങ്ങൾ വേലയ്ക്കും ജോലിക്കും ഒന്നും പോകുന്നില്ല. പിന്നെ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പിടിച്ച് മരുന്നും മണ്ണുമായിട്ട് നടക്കുന്നത്. പെൻഷൻ കൊണ്ടുള്ള ജീവിതമേ ഉള്ളൂ മോനെ, അല്ല ജോലിക്ക് പോകുന്നില്ല. ദിലീപ്, ഇപ്പോൾ കൊല്ലത്തെ സാഹചര്യമാണ്. കശുവണ്ടി തൊഴിലാളികളാണ്, കൂടുതലും സ്ത്രീകളാണ്. അവരുടെ ദയനീയ പ്രതികരണങ്ങളാണ് കാണുന്നത്. എത്ര മാസങ്ങളായി ഇവർക്ക് പെൻഷൻ മുടങ്ങിയിട്ട്? സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് 26 വർഷം കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്ത ഒരു തൊഴിലാളിയുടെ ഒറ്റമുറി വീട്ടിലാണ്. ആ മുറിയാണ് ഞാൻ കാണിക്കുന്നത്. കാണേണ്ടതാണ്, കാരണം മരുന്നുമായി കഴിയുന്ന കുടുംബമാണ്. ഈ ഒരു ഒറ്റമുറി വീട്, ഇത് വാതിലാണ്. ഈ വാതിലിനെ അടച്ചിരിക്കുന്ന സിമൻറ്റ് ചാക്ക് കൊണ്ട് അടച്ചിരിക്കുന്ന, അതായത് തടസ്സം വെച്ചിരിക്കുന്ന സിമൻറ്റ് ചാക്കാണ്. ഇതാണ് ഒരു വീടാണ്, ഒരു കശുവണ്ടി തൊഴിലാളിയുടെ വീട് കാണിച്ചുകൊണ്ട് ആ തൊഴിലാളി ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നാണ് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. 26 വർഷമാണ് ഈ വീട്ടുടമസ്ഥയായ വീട്ടമ്മ കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്തിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ ഈ പെൻഷൻ ലഭിക്കുന്നില്ല. ഇപ്പോൾ അവരുടെ ഏക വരുമാനം ഇവിടെയുള്ള ഒരു കച്ചവടമാണിത്. ഈ ചെറിയ ബിസ്ക്കറ്റും മറ്റ് കാര്യങ്ങളുമെല്ലാം കച്ചവടം ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ്. നോക്കൂ, ഈ കടയോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ വീടിൻ്റെ അടുക്കളയും. ഇവിടെ ഈ ഉമ്മ 26 വർഷമായി ഇവിടെ ജോലി ചെയ്ത തൊട്ടടുത്ത് തന്നെ ഇന്നത്തേക്കുള്ള ചോറ് പാകം ചെയ്യുന്നു. അടുപ്പുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവർ ഈ കച്ചവടം ചെയ്യുന്നത്. ആകെയുള്ള ഈ പെൻഷൻ മാത്രമാണ്, ആശ്രയം പെൻഷനാണ്. അത് മുടങ്ങിയിട്ട് ഇപ്പോൾ 4 മാസമായിട്ടിരിക്കുന്നു. ആകെ കിട്ടുന്നത് എത്ര രൂപയാണ് അമ്മ കിട്ടുന്നത്? 1600. അത് കിട്ടിയോ? അപ്പം കഴിഞ്ഞ മാസം കിട്ടി. ഇനി എത്ര കിട്ടാനുണ്ട്? 4 മാസം. 4 മാസമുണ്ട്. ഇത് ഇവരെ എപ്പോഴും കൊണ്ടു തരുമോ? ഇല്ല, ഞങ്ങൾ പോയി മേടിക്കണം. അത് ഏത് മാസത്തെ തരുന്ന, എങ്ങനെ മുടക്കമുള്ളതാണോ അതേത് മാസത്തിൽ തരുന്നതെന്നൊന്നും അറിയാനില്ല. അല്ലാതെ നമുക്ക് ഇതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്നത്. അത് കൊണ്ടുവന്നാൽ തന്നെ മരുന്ന് മേടിക്കാൻ തന്നെ തികയത്തില്ല. ഞങ്ങൾക്ക് 2 പേർക്കും സുഖമില്ലാത്ത. എത്ര കൊല്ലം ജോലി ചെയ്തവിടെ? കശുവണ്ടി ഫാക്ടറി 26 വർഷം. 26 വർഷം ജോലി ചെയ്തു. ഞാൻ 26 വർഷം ജോലി ചെയ്ത് 2015 ഞാൻ പിരിഞ്ഞു. അന്ന് മുതൽ ഞാൻ ജോലിക്കും വേലയ്ക്കും ഒന്നും പോകുന്നില്ല. ഇതുകൊണ്ടൊക്കെ ഞങ്ങൾ തട്ടിമുട്ടി മക്കളെടുത്ത് പോലും ചോദിക്കാറുണ്ട്. 4 പെൺപിള്ളേരാ. അവരെ അയച്ച് അവരവരോരോ ജീവിതമാണ് പാർക്കുക. പിന്നെ അവരെ കൊണ്ട് നമുക്ക് ഇപ്പം നമുക്ക് ഈ കട സാധനങ്ങളൊക്കെ വിറ്റ് കിട്ടുന്ന ആ കാശ് നമ്മളെ കൊണ്ടുവരുന്നതും ഈ കിട്ടുന്നത് ആരെയെങ്കിലും ഇങ്ങോട്ട് പെൻഷൻ കിട്ടുമ്പോൾ അതിൽ നിന്ന് ഇച്ചിരി ഇടുക. പിന്നെ അടുത്ത് കിട്ടുമ്പം
ആ കടകളിലും കൊടുക്കാനുണ്ട് കാശ്. സാധനങ്ങൾ വാങ്ങിയ കട വാങ്ങിയതിൽ സ്മൃതി കണ്ടോ, ഇതൊരു കശുവണ്ടി തൊഴിലാളിയുടെ വീടാണ്. 26 വർഷം ജോലി ചെയ്ത ആളുകളാണ്. അതുമാത്രമല്ല ഇതിൻ്റെ പുറത്തൊക്കെ നിരവധി കശുവണ്ടി തൊഴിലാളികൾ നിൽപ്പുണ്ട്. ഇവരുടെ ആളുകൾ. അമ്മ എത്ര കാലം ജോലി ചെയ്തിട്ടുണ്ട്? 26 കൊല്ലം ചെയ്ത ആ കമ്പനി. ഇപ്പോൾ എത്ര മാസത്തെ കിട്ടാനുണ്ട്? 4-5 മാസത്തെ കിട്ടാനുണ്ട്. ആകെ വരുമാനം ഇത് മാത്രം പ്രതീക്ഷ? അതേ ഉള്ളു. വേറെ ഒന്നുമില്ല. വേറെ തൊഴിലൊന്നുമില്ല. ഇവരോട് ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് മുടങ്ങുന്നത്, കിട്ടാത്ത എന്താണെന്ന് ചോദിച്ചായിരുന്നു ആരോടെങ്കിലും? ഇല്ല. ആര് ചോദിച്ചാൽ മറുപടി ഒന്നും? ആരോട് ചോദിക്കാനാ? ഞങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന ഞങ്ങൾ വയ്യാതെ ഞങ്ങൾ ആരോട് ചോദിക്കാനാ? അമ്മച്ചി എങ്ങനെയാണ്? ഞാനും 10-22 വർഷം കൊണ്ട് ജോലിക്ക് പോകുന്നത്. ഭാര്യയുടെ കാലിന്റെ മുട്ട് മാറ്റി വെച്ച് കിടപ്പില, എണീക്കാനൊന്നും നോക്കുന്നില്ല. അമ്മ എത്ര കാലം ജോലി ചെയ്തിട്ടുണ്ട്? 24 വർഷം ചെയ്ത് പെൻഷൻ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ മാത്രമേ നമുക്ക് മരുന്ന് കാര്യങ്ങൾ ചെയ്യാനൊക്കെ കിടപ്പില. ഓരോ തൊഴിലാളികൾക്കുമുണ്ട് സ്മൃതി ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകൾ പറയാൻ വേണ്ടി. ഈ തുച്ഛമായി കിട്ടുന്ന 1600 രൂപ തടസ്സപ്പെടുത്തി മാസങ്ങളോളം കുടിശ്ശിക വരുത്തി ആ പണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന അമ്മമാരാണ് ഈ നിൽക്കുന്നവരെല്ലാം. 26ഓളം വർഷങ്ങൾ. നേരത്തെ ഈ സ്ഥലത്ത് തന്നെ MLA ആയിരുന്ന മുകേഷ് MLA പറഞ്ഞത് ആ മുകേഷ് MLAയുടെ മുത്തശ്ശിയുടെ കയ്യിൽ അണ്ടിക്കറയുടെ മണമുണ്ടായിരുന്നു എന്ന. അത്തരത്തിൽ തന്നെ ആ ജോലി ചെയ്ത ആളുകളാണ് ഇപ്പോൾ ഈ ഭരണപക്ഷം ഇവരുടെ എല്ലാം പെൻഷൻ മുടക്കുമ്പോൾ അവർ ആലോചിക്കേണ്ടത് ഈ തുക കിട്ടിയിട്ട് വേണം ഈ അമ്മമാർക്കൊക്കെ ഇന്നത്തേക്കുള്ള അരി വാങ്ങാനും അതുപോലെ തന്നെ ദയനീയ ചിത്രം തന്നെയാണ് കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളിയായിരുന്ന പ്രായമായ ഒരു സ്ത്രീയുടെ അവരുടെ ജീവിതാവസ്ഥ അവരുടെ വീട്ടിൽ നിന്നും കാണിച്ചു തരികയാണ് ദിലീപ് ദേവസ്യ. ഇനിയുമുണ്ട് ഒരുപാട് ദൃശ്യങ്ങളും പ്രതികരണങ്ങളും. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് പോകാം. കാരയ്ക്ക മണ്ഡപത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകാത്ത ഒരു വയോധികയുണ്ട്. 2 കൈകൾക്കും ചലനശേഷിയില്ല. ദുരിത ജീവിതത്തിൽ ഏക ആശ്വാസം ക്ഷേമ പെൻഷനായിരുന്നു. ഹൃദ്രോഗവും മറ്റു പല അസുഖങ്ങളും ഇവരെ വേട്ടയാടുന്നു. മേരിക്കൊപ്പം TV പ്രസാദ്. പ്രസാദ്, മേരി പറഞ്ഞതുപോലെ ഞാനിവിടെ തിരുവനന്തപുരത്ത്. പറഞ്ഞോളൂ. മേരിക്കൊപ്പമാണല്ലോ ഉള്ളത് പ്രസാദ്. ചോദിച്ചോളൂ ശ്രുതി. അവർക്ക് എത്ര കാലമായി പെൻഷൻ മുടങ്ങിയിട്ട്? അവരുടെ ജീവിതസ്ഥിതി ഒന്ന് ക്യാമറ കണ്ണിലൂടെ കാണാം. അതെ സ്മൃതി, അതായത് തിരുവനന്തപുരത്ത് പഴയ കാരയ്ക്ക മണ്ഡപം, പുതിയ കാരയ്ക്ക മണ്ഡപം, അതായത് നിയമം പോകുന്ന ഭാഗത്താണ്. അവിടെയാണ് ഈ മേരിയുടെ വീട്. നമ്മൾ അറിഞ്ഞത് വികലാംഗയാണ്, എണീറ്റ് നടക്കാൻ കഴിയില്ല, കൈക്ക് സ്വാധീനമില്ല. ഇവിടെ വന്നപ്പോഴാണ് ശ്രുതി അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത്. 1.25 സെൻറ്റ് സ്ഥലത്താണ് ഇവരുടെ ഒരു കുഞ്ഞു വീടുള്ളത്. ഇവർക്ക് ആരുമില്ല, ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇവരിവിടെ ഇരിക്കുകയാണ്. ഇതാണ് മേരിക്കിതാ നടക്കാൻ പോലും കഴിയില്ല. യഥാർത്ഥത്തിൽ ഇവർക്ക് ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള അസുഖങ്ങളുണ്ട്. ഇവർക്കൊരു ഓട്ടോറിക്ഷയിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയില്ല. അതായത് ഓട്ടോറിക്ഷയിലെ സീറ്റ് മാറ്റിവെച്ചാണ് പലപ്പോഴും പോകാറുള്ളത്. ചിലപ്പോൾ പെട്ടിയോട്ടയൊക്കെ ആശ്രയിച്ചാണ്. ഇതാണ് ഇവരുടെ ആരോഗ്യസ്ഥിതി. ഇവർക്ക് വേറെ ആരുമില്ല, കുഞ്ഞുങ്ങളില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒരു സഹോദരിയുടെ മോളുണ്ട് ഇവിടെ, അവർക്കും വയ്യാത്തതാണ്. ഇവർക്കാണ് ഇപ്പോൾ 1600 രൂപയാണ് കിട്ടുക. ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷനാണ്. അതിപ്പോൾ കഴിഞ്ഞ 5 മാസമായി കുടിശ്ശികയായി കിടക്കുകയാണ്. ഈ 1600 രൂപ കിട്ടിയിട്ട് വേണം ഇവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി. ഇവിടെ തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ ഉണ്ട്, അവരോട് നമുക്ക് ചോദിക്കാം. ഇവരുടെയൊക്കെ കൂടി സഹായത്തോടെയാണ് ഇവരുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ 1.25 സെൻറ്റ് സ്ഥലത്തുള്ള ഈ വീട്ടിന് ഇതുവരെ കെട്ടിട നമ്പർ പോലും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ ചുറ്റുപാടാണ്. വലിയ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ മേരി എന്നത്. ഇവർക്ക് ഈ പെൻഷൻ മുടങ്ങുന്നതോടുകൂടി ഇവരുടെ ആകെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആശ്രയം, ഒരു സഹായം അതില്ലാതാവുന്നു എന്നുള്ളതാണ്. നമ്മൾ പല പെൻഷൻ വാങ്ങിക്കുന്നവരുടെയും കിട്ടാൻ അവർക്ക് മക്കൾ ഒന്നിക്കൽ ജോലിയുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടെങ്കിലും ഉണ്ടാകും. പക്ഷേ ഇവരെ പോലെയുള്ളവർക്ക് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ നാട്ടുകാരും അയൽവാസികളും ബന്ധുക്കളും ഒക്കെ സഹായിച്ച് ജീവിക്കേണ്ടി വരുന്നവർക്ക് ഈ പെൻഷൻ കിട്ടാതാകുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ നമ്മൾ തേടിയെത്തിയത്. ഇവർക്ക് കിട്ടേണ്ടത് ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷനാണ്. ഇപ്പോൾ 5 മാസം കഴിഞ്ഞു മുടങ്ങിയിട്ട്. ഈ പെൻഷൻ അല്ലാതെ മറ്റൊരു വഴിയില്ല അല്ലേ? വേറെ ഒരു വഴിയില്ല. ഈ പെൻഷൻ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. മരുന്നായിരുന്നാലും ആഹാരമായിരുന്നാലും പിന്നെ റേഷൻ എനിക്ക് 4 കിലോ അരിയുണ്ട്. അത് വെച്ച് 1 മാസം വരെ എനിക്ക് പറ്റൂല. പിന്നെ ഈ 6-7 മാസം വരെ
മുടക്കിയാണ് ഈ ഇട്ടയ്ക്കുന്നത്. 1600 രൂപയാണ്. ഈ പെൻഷൻ വെച്ചാണ് എൻ്റെ ഒരു തുണിയായിരുന്നാലും സോപ്പായിരുന്നാലും എണ്ണയായിരുന്നാലും എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇവിടെ സഹായിക്കാൻ ഒരു സഹോദരീൻ്റെ മോളാണ്. സഹോദരിയുടെ മോളുണ്ട്. പിന്നെ അവർ വയ്ക്കുന്നെങ്കിൽ എനിക്ക് തരും. പിന്നെ ഞാൻ ഇരുന്നുകൊണ്ട് എല്ലാം എന്നാൽ കഴിയുള്ള ആഹാരങ്ങളൊക്കെ ഞാൻ തന്നെ വെച്ച് കഴിക്കുന്നത്. അപ്പോൾ ഈ പണം കൂടി ഈ പെൻഷൻ കൂടി മുടങ്ങുമ്പോൾ ഈ എങ്ങനെയാ കാര്യങ്ങൾ ആരെ സഹായിക്കും? ആരും ഇല്ല സഹായിക്കാൻ. പിന്നെ അടുത്ത അയൽവാസിയൊക്കെ എനിക്ക് ഒരു നേരത്തെ ആഹാരമൊക്കെ എനിക്ക് കൊണ്ടു തരും. അത് വെച്ച് ഞാൻ ജീവിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് 2 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി ഒന്നും കൂടെ അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഹൃദ്രോഗമുണ്ടല്ലേ? എനിക്ക് ഹാർട്ടിന് കുഴപ്പമുണ്ട്, എനിക്ക് ശ്വാസകോശം തകരാറുണ്ട്, എനിക്ക് വയറ്റിൽ ഇനി ഒരു മുഴ ഉണ്ട്. 2 ഓപ്പറേഷൻ കഴിഞ്ഞ ഞാനാണ്. ഇപ്പം എനിക്ക് ഒരു ചെവി, എനിക്ക് ഈ മൊത്തം ഒരു സൈഡ് മൊത്തം വേദന. ഈ വലത് കൈ എനിക്ക് സ്തംഭിച്ച് കിടക്കുന്നു. ഈ ഇടത് കൈ കൊണ്ടാണ് ഞാൻ സഹായിക്കുന്നത്. ഇപ്പം എനിക്ക് അതുപോലും സ്വാധീനം ഇല്ലാതായി. പിന്നെ എൻ്റെ അവസ്ഥയെല്ലാം നിങ്ങൾ കാണുമ്പം മനസ്സിലാവും. ഒരുപാട് ബുദ്ധിമുട്ടാണ് എനിക്ക് ഈ പെൻഷൻ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഈ പെൻഷൻ എനിക്ക് എത്തിക്കണം. എനിക്ക് നിങ്ങളെല്ലാവരും സഹായം കൂടെ. പിന്നെ എനിക്കൊരു പരാതി ഉള്ളത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 1.25 സെൻറ്റ് സ്ഥലമുണ്ട്. അശ്വതി, ഇവരുടെ ഒരു പരാതി കൂടിയുണ്ട്. അത് നമ്മൾ കേൾക്കേണ്ടതാണ്. പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമുക്ക് ആ പരാതി എത്തിക്കാം എന്ന് തോന്നുന്നു. എന്തായിരുന്നു ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് 1.25 സെൻറ്റ് സ്ഥലമുണ്ട്. ഞങ്ങൾക്ക് 10 സെൻറ്റ്, 5 സെൻറ്റ്, 3 സെൻറ്റ് ഒന്നുമില്ല. ഈ 1.25 സെൻറ്റ് സ്ഥലത്തിൽ ഞങ്ങൾക്ക് ലൈവ് പദ്ധതിയിൽ മറ്റേ സബീറ ബീഗം, ഗോവൻ സാറ് എല്ലാവരും കൂടെ ഇതായിട്ട് ഞങ്ങൾക്ക് പട്ടയം കിട്ടി. അതിൽ ഞങ്ങൾ വീട് പണി ചെയ്ത് 1.25 സെൻറ്റിൽ വീട് വെച്ചു. ലൈഫ് പദ്ധതിയിൽ വീട് വെച്ചിട്ട് വീട് പൂർത്തിയായില്ല. അതിൽ 4 ലക്ഷം രൂപ അനുവദിച്ച് 3.5 ലക്ഷം രൂപയാണ് തന്നത്. ഞങ്ങൾ തൊട്ടടുത്തുള്ള അയൽവാസി മറ്റേ ഇഗ്നീസ് എന്ന് പറയുന്ന ആ വ്യക്തി ഞങ്ങൾ വീട് വച്ചതിന് ശേഷം ഞങ്ങൾ പരാതി കൊടുത്ത് ഈ 6 വർഷം കൊണ്ട് ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റുകാർ വന്ന് ഇപ്പം പരാതി കൊണ്ട് കൊടുക്കുമ്പോൾ കോർപ്പറേറ്റുകാർ വന്ന് പറയണം ഇടിക്കണം, നിങ്ങൾ വരണം, പരാതിയുണ്ട്, നിങ്ങൾക്ക് പേരിൽ നടപടിയെടുക്കും. കെട്ടിട നമ്പർ ഇതുവരെ കിട്ടിയില്ല. ഞങ്ങൾക്ക് TC നമ്പരൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് 50,000 അവർ പിടിച്ചിട്ടൊക്കെയാണ്. പിന്നെ ഈ ഇഗ്നിസ് എന്ന് പറയുന്ന വ്യക്തി ആ കോർപ്പറേഷൻ ഓഫീസിൽ പോകുമ്പോഴെല്ലാം അവരിവിടെ വന്ന് ഞങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനം ഇല്ല. ഈ പുറത്ത് ഇരിക്കാൻ പറ്റില്ല. വണ്ടി കൊണ്ടുപോയി തടസ്സവും ഞങ്ങളെ ഇടിക്കാൻ വരും പോലെയും. പിന്നെ വഴിയിൽ നിന്ന് മാറി എനിക്കാണെങ്കിൽ പെട്ടെന്ന് മാറാനൊന്നും പറ്റില്ല. എൻ്റെ അവസ്ഥയെല്ലാം നിങ്ങൾ കണ്ടല്ലോ സാറേ. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഈ അയൽവക്കം കൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷെ ചില അയൽവാസികൾ തന്നെയാണ് സഹായിക്കുകയും ചെയ്യുന്നത്. അയൽവാസിയാണ് എനിക്ക് സഹായിക്കണത്. എനിക്ക് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ ഇഗ്നീസിന് ഒരു നടപടിയെടുത്ത്, ഈ കോർപ്പറേഷൻകാരൻ്റെ ഒരു നടപടിയെടുത്ത് എനിക്ക് TC നമ്പർ വാങ്ങിച്ചു തരണം. എനിക്ക് 50,000 എനിക്ക് കിട്ടാനുണ്ട്. എനിക്ക് അതും കിട്ടി. എനിക്ക് സ്മൃതി, അതായത് ഇവരുടെ പെൻഷൻ്റെ സങ്കടം അറിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്. അതിനുശേഷമാണ് ഈ ഒരു ബുദ്ധിമുട്ടും അറിയുന്നത്. 1.25 സെൻറ്റിലാണ് ഈ വീടുള്ളത്. കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വഴിയിൽ നിന്നൊക്കെ അത്യാവശ്യം വീട് വിട്ടിട്ടുണ്ട്. പക്ഷേ അരികിൽ നിന്ന് വിടുന്നതോ എന്തോ ആണ് ബുദ്ധിമുട്ട്. പക്ഷേ ഇപ്പോഴും ചില ആളുകൾ ആരോ പരാതി കൊടുത്തതിൻ്റെ ഭാഗമായി ഇപ്പോഴും ഇവിടെ കോർപ്പറേഷനിൽ നിന്ന് ആളുകൾ വരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. കെട്ടിട നമ്പർ കിട്ടിയിട്ടുമില്ല. ഇവരുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നവരാണ്. ഇവരുടെയൊക്കെ സഹായത്തോടെയാണ് ഇവർ ജീവിക്കുന്നത്. എങ്ങനെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? ഭയങ്കര കഷ്ടമാണ്. പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിവതും ഞങ്ങൾ സഹായിക്കും. ഞങ്ങളെ കൊണ്ട് പൈസ കൊണ്ട് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റത്തില്ല. നമ്മളാൽ കഴിയുന്നത് വല്ല സഹായം തൊട്ടതൊക്കെ എടുത്തു കൊടുക്കാനും പലതൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ ഞങ്ങളും കഷ്ടത്തിൽ കിടക്കുന്നതാണ്. ഞങ്ങൾക്ക് ഈ ആഹാരം പറ്റത്തില്ല. ഉള്ളതിൽ നിന്ന് സഹായിക്കുന്നു. പിന്നെ കൂടുതലും അവർക്ക് ഈ മുസ്ലിങ്ങൾ അവരെ നോമ്പ് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഭക്ഷണം, പിന്നെ 2 കിലോ അരി അങ്ങനെയൊക്കെ എന്തെങ്കിലും സഹായിക്കും. ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ദുരിതം, അവർക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. 50,000-ഓളം രൂപയുടെ കുടിശ്ശികയുണ്ട് പെൻഷനുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മേരി പ്രസാദിനോട് പങ്കുവച്ചിരിക്കുന്നത്. സർക്കാർ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഒരുപാട് കാഴ്ചകളുണ്ട്. വിവിധ ജില്ലകളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ആ കാഴ്ചകൾ എത്തിക്കുകയാണ്. സർക്കാരിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ വെക്കുകയാണ് ഈ പ്രതികരണങ്ങൾ. നെയ്ത്ത് തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 5 മാസമായിരിക്കുന്നു. ഇവർക്ക് മാസാമാസം ലഭിച്ചിരുന്ന ഇൻസെൻറ്റീവും മുടങ്ങിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷന് ലൈഫ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതും തിരിച്ചടിയാണ്. പ്രായാധിക്യമുള്ളവരും അസുഖബാധിതരുമെല്ലാം മണിക്കൂറുകളോളം ക്യൂ നിന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട സാഹചര്യമാണ് നിലവിൽ. എത്ര നാൾ കാത്തിരിക്കണം? എത്ര നാൾ വരി നിൽക്കണം പെൻഷൻ കിട്ടാൻ? നെയ്ത്ത് തൊഴിലാളികളുടെ ദുരിതത്തിലേക്കാണ്. കൂത്താംപള്ളി എരവത്തൊടി കൈത്തറി സംഘത്തിൽ നിന്നും ജേസൺ ചാമോളപ്പിലുണ്ട്. ജേസൺ, കൂത്താംപള്ളി കൈത്തറി
എല്ലാവർക്കും വലിയ താല്പര്യമുള്ള ഭംഗിയുള്ള കൈത്തറി വസ്ത്രങ്ങളാണ്. പക്ഷേ അവരുടെ ജീവിതം അത്രത്തോളം ഭംഗിയുള്ളതല്ല, ദുരിതം നിറഞ്ഞതാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. എത്ര മാസത്തെ പെൻഷനാണ് ഇവർക്ക് മുടങ്ങിയിരിക്കുന്നത്? എങ്ങനെയാണ് ഇവരുടെ ജീവിതം ജേസൺ? സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുത്താമ്പിള്ളി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും ഒരു ആഘോഷത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്രതിഫലനം വരും. പക്ഷേ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നാൽ അത്രയൊന്നും സന്തോഷം ഇവരിൽ കാണില്ല. നമുക്ക് തിരുവില്ലാമലയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാൽ കുത്താമ്പിള്ളി ഗ്രാമത്തിലേക്ക് കയറുകയാണ്. കുത്താമ്പിള്ളി ഗ്രാമത്തിലേക്ക് കയറുന്നതോടുകൂടി കുത്താമ്പിള്ളി സെൻറ്റർ എത്തുന്നത് വരെ പല വീടുകളും, ഇതിന് ചുറ്റും നിറയെ വീടുകളിലെല്ലാം കൈത്തറിയുടെ ശബ്ദം കേൾക്കാം. അവർ കൈത്തറിയുടെ ശബ്ദം, അവർ നെയ്തു കൂട്ടുന്ന വസ്ത്രം വളരെ സുന്ദരമാണെങ്കിലും അവരുടെ ജീവിതം അത്ര സുന്ദരമല്ല. ആ കാഴ്ചകളിലേക്കാണ് ആദ്യം നാം പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എരവത്തൊടി കൈത്തറി നെയ്ത്ത് സഹകരണ സംഘത്തിന് മുമ്പിലാണ്. 81 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കൈത്തറി സംഘമാണ്. ഇതിനകത്തേക്ക് കടന്നാൽ വയസ്സായി വളരെ ജീവിതത്തിൽ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നിരവധി മനുഷ്യരെ കാണാനാകും. അത്തരത്തിലുള്ള മനുഷ്യരുടെ രോദനങ്ങൾ നമുക്ക് കേൾക്കാനാകും. നാം ഈ ശബ്ദം നിലയ്ക്കാത്ത ശബ്ദമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. കൈത്തറി എത്രയോ ദിവസങ്ങൾ എടുത്താണ് അവർ കൈത്തറി നെയ്യുന്നതെന്ന് നമുക്ക് കാണാനാകും. ഇവരുടെ പ്രശ്നങ്ങളിലേക്കാണ് നാം ഇന്ന് പോകുന്നത്. ചേട്ടൻ്റെ പേരെന്താ? എത്ര വർഷമായി പണി? 40 വർഷമായില്ലേ ജോലിക്ക്? ഈ സൊസൈറ്റിയിൽ തന്നെയായിരുന്നു? വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ ഒരു ദിവസം എത്ര ഇത് മുണ്ടൊക്കെ നെയ്ക്കാൻ പറ്റും? സാരി 2 മുണ്ട് ഒരു ദിവസം നെയ്യാൻ പറ്റും. എങ്ങനെയാണ് നിങ്ങളുടെ വേതനം കാര്യങ്ങളൊക്കെ? പൈസ, ശമ്പളം, ഇതൊക്കെ പണി കൂലി? ഈ പെൻഷൻ ഇപ്പോൾ എത്ര മാസമായിട്ട് കിട്ടിയിട്ട്? പെൻഡിങ് എത്രയുണ്ട്? ഈ എത്ര ഇതിന് മുന്നത്തെ മാസത്തെ പെൻഷൻ കിട്ടാറുണ്ട്? എത്ര മാസം കിട്ടാറുണ്ട്? 3 മാസത്തെ കിട്ടാറുണ്ട്. 3 മാസത്തെ കിട്ടാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻസെൻറ്റീവ് എന്തെങ്കിലും മുടങ്ങി കിടക്കുന്നുണ്ടോ? ഇൻസെൻറ്റീവ് ചേട്ടാ, ഇൻസെൻറ്റീവ് എന്തെങ്കിലും? മുടങ്ങി 5 കൊല്ലമായി. 5 കൊല്ലമായി ഇൻസെൻറ്റീവ്. അതായത് നമ്മുടെ ഗവൺമെൻറ് ഇതിന് മുമ്പ് ഇതായത് ഉമ്മൻചാണ്ടിയുള്ള സമയത്താണ് അത് തീരുമാനിച്ചത്. അതിനുശേഷം ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു 2 മാസം 3 മാസം കിട്ടും, പിന്നെ കിട്ടിയിട്ടില്ല ഇൻസെൻറ്റീവ്. ഇൻസെൻറ്റീവ്. പെൻഷൻ എത്ര മാസം മുടങ്ങി? പെൻഷൻ 5 മാസം മുടങ്ങി കിടക്കും. നിങ്ങൾ ഇപ്പോൾ ഈ ഇത്രയും വർഷം, എത്ര വർഷമായി ചേട്ടാ? ഞാൻ 40 കൊല്ലമായി. ഇതുപോലെ ഒരുപാട് ആളുകൾ, എത്ര തൊഴിലാളികളുണ്ടോ ഈ പരിസരത്ത്? കുത്താമ്പിള്ളി, എരവത്തോടി ഈ പരിസരമൊക്കെ? കുത്താമ്പിളിയിൽ അറിയില്ല, ഇത് എരവത്തോടിയാണ്. എരവത്തോടിയിൽ ഞങ്ങൾ മുമ്പ് ഒരു 1990-ലൊക്കെ ചുരുങ്ങിയത് ഒരു 600-650 തരികളുണ്ടായിരുന്നു നെയ്ത്ത്. ഇവിടെ ഈ സൊസൈറ്റിയിൽ മാത്രം ഈ 449-ൽ 300 തരികളുണ്ടായിരുന്നു. ഇപ്പോൾ മാക്സിമം 50 തരിയേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ പുതിയ തലമുറ നെയ്ത്തിന് വരുന്നില്ല. കാരണം ഇതിലൊന്നും കിട്ടണില്ല. വൈകുന്നേരം വരയ്ക്ക് നെയ്ത 2 മുണ്ട്, ഇല്ലെങ്കിൽ ഒരു ഡബിൾ 200 റുപ്യ കിട്ടും. അതിന് വീട്ടിലുള്ളവർ മെനക്കെട്ടാലേ ഇത് കിട്ടുന്നത്. അത് കാരണം ഞങ്ങൾക്ക് ഈ ഇങ്ങനെ വല്ല എന്തെങ്കിലും പെൻഷനോ ഇൻസെൻറ്റീവോ ഇങ്ങനെ വല്ലതും കിട്ടിയാലാണ് ഞങ്ങൾക്കുള്ളത്. അത് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര നേരം കിട്ടില്ല. ഇപ്പോൾ എത്ര പെൻഷൻ എത്രയായിരുന്നു? പെൻഷൻ 1600 രൂപ വെച്ച് ഇപ്പോൾ 5 മാസം കിട്ടും. 5 മാസം. പുറത്ത് കുത്താമ്പിള്ളി എന്ന് നോക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഒരു ആവേശമാണ്. ഇവിടെ നല്ല വസ്ത്രങ്ങൾ. പക്ഷേ നിങ്ങളുടെ ജീവിതം അത്ര സന്തോഷകരമല്ല. അല്ലല്ല, വസ്ത്രങ്ങൾ നെയ്യണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ നെയ്ത്തുണ്ടല്ലോ, ഈ നെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് വസ്ത്രങ്ങൾ ഏത് പ്രൊഡക്ഷൻ ആണെങ്കിലും നല്ല സൈസ് നെയ്യുമ്പോൾ അതിന് കൂലി അനുസരിച്ച് കിട്ടും. പക്ഷേ 4 ദിവസം 5 ദിവസം കൂടുമ്പോഴാണ് അതൊരു സാരി ആവണം. അതും ഇതേമാതിരിയുള്ള കണക്ക് തന്നെയാണ്. അവർക്കല്ല, നെയ്യുന്നവർക്ക് ഒന്നും കിട്ടുന്നില്ല. മെറ്റീരിയലൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? മെറ്റീരിയൽ ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്. എല്ലാ സാധനവും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. നൂല് പാവമൊക്കെ അവിടെ തന്നെ. ഇപ്പോൾ സ്മൃതി, നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ദയനീയമായ അവസ്ഥയാണ്. ഇപ്പോൾ പുതിയ തലമുറ ആരും ഇത്തരം തൊഴിലിലേക്ക് വരുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം വളരെ തുച്ഛമായ തുകയാണ്. ചേട്ടൻ്റെ പേരെന്താ? രാമചന്ദ്രൻ. എത്ര വർഷമായി? ഞാൻ 43 കൊല്ലമായി നെയ്ത്ത് തുടങ്ങി. എങ്ങനെയാണ് നിങ്ങളുടെ പെൻഷൻ്റെ ഒക്കെ സ്ഥിതി എന്താ? പെൻഷൻ ഇപ്പോൾ കുറച്ച് ഡിലേ ആണ്. ഒരു 5 മാസത്തെ വരാണ്ട്. പിന്നെ എത്ര കിട്ടാണ്ട് ചേട്ടൻ? 2019 മുതൽ കിട്ടാണ്ട്. ചേട്ടൻ എത്ര വർഷമായി ഇവിടെ? ഇത് 1995 നവംബർ 25-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഞാനാണ് പ്രസിഡന്റ്. അതിനുശേഷം കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറ ഒന്നും വരുന്നില്ല. അതിലേക്ക് വരുന്നില്ല. അപ്പോൾ അത് വന്നിട്ട് ഇതിൽ അവർക്ക് ക്ഷമ പോരാ. അവരൊന്നും ഇതിൽ നെയ്ത്തിന് വരില്ല. ആരും വരുന്നില്ല, വരുത്തിക്കില്ല. നമ്മുടെ മക്കൾ തന്നെ ഇതിൽ വരുന്നില്ല. പെൻഷൻ കിട്ടാത്തത് വലിയ പ്രശ്നമാണ്. പ്രശ്നം തന്നെയാണ്. പക്ഷേ അത് നമ്മളത് ഇത് കിട്ടിയിട്ട് മരുന്ന് വാങ്ങിക്കുന്നവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്.
അത് കുറച്ചൊരു തന്നെയാണ് അതിൽ മാറ്റം. ഒരുപാട് പാവപ്പെട്ട ആളുകൾ പണിയെടുക്കുന്ന മേഖലയാണ്. തീർച്ചയായും ഒരു 93-94 കാലഘട്ടത്തിലൊക്കെ 250-300 പേർ നെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ്. ശരി ജേസൺ, നല്ല ക്ഷമയും ശ്രദ്ധയും വേണ്ട ജോലിയാണ്. പക്ഷേ പുതുതലമുറ ആരും ഈ ജോലിയിലേക്ക് വരുന്നില്ല. ഇവർ തന്നെ എത്രയോ മാസമായി, വർഷങ്ങളായി തന്നെ പെൻഷൻ കിട്ടാത്തവരും 5 മാസത്തിൻ്റെ കണക്ക് പറയുന്നവരും ഒക്കെയുണ്ട്. നെയ്ത്തു തൊഴിലാളികളുടെ ദുരിതത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. ഇനി പോകുന്നത് കയർ തൊഴിലാളികളുടെ അടുത്തേക്കാണ്. മരുന്നിന് പോലും പണമില്ലാതെ ദുരിതത്തിലാണ് കയർ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളും. പെൻഷനും മറ്റാനുകൂല്യങ്ങളും മുടങ്ങിയിട്ട് മാസങ്ങളായി. വിദ്യാഭ്യാസ വിവാഹ ധനസഹായവും ചികിത്സാ സഹായവും അടക്കമുള്ള ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്നു. ഇനി എത്ര ദുരിതം കാണണം? ശരത്, ഇപ്പോൾ കയർ തൊഴിലാളികളുടെ ദുരിതക്കാഴ്ച എങ്ങനെയാണ്? എത്ര കാലമായി ഇവർക്ക് പെൻഷൻ മുടങ്ങിയിട്ട്? സ്മൃതി, ഞാനിപ്പോൾ ആലപ്പുഴ കോമളപുരത്താണുള്ളത്. കോമളപുരത്തെ കയർ ഫാക്ടറിയിലാണ്. നമുക്കറിയാം, കയർ മേഖല എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ്. സമാനമായ രീതിയിൽ ഈ പെൻഷന്റെ പ്രതിസന്ധി കൂടി അവരെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് പെൻഷനും മറ്റാനുകൂല്യങ്ങളും പ്രതിസന്ധിയിലായിട്ട് മാസങ്ങളായി എന്നുള്ള ഒരു പ്രശ്നമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. 4 മാസത്തെ പെൻഷൻ ഇവർക്ക് കുടിശ്ശികയുണ്ട്. ഒപ്പം അംശാദായം ഉൾപ്പെടെയുള്ളവ കിട്ടാത്ത പ്രതിസന്ധി കൂടി ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര മാസം പെൻഷനാണ് മുടങ്ങി? 4 മാസം പെൻഷൻ കിട്ടാറുണ്ട്. ഈ പെൻഷൻ കുടിശ്ശിക വരുന്നതൊക്കെ നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നുണ്ടോ? പിന്നെ പെൻഷൻ മുടങ്ങുന്നത് കൊണ്ടാണ് ഇവിടെ മരുന്ന് വാങ്ങിക്കുന്നവരുണ്ട്. ഇതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. ഇപ്പം ഈ കയർ മേഖലയിൽ നിന്ന് വളരെയേറെ പ്രതിസന്ധിയാണ്. ഇപ്പം തന്നെ പോയെന്ന് പറയുന്ന രോഗങ്ങൾ തന്നെ വളരെ വന്നു കഴിഞ്ഞു. ക്ഷയരോഗം ഉള്ളവരുണ്ട്, മറ്റസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ നിരവധി പനികളുള്ളവർ. അങ്ങനെയൊക്കെ ഈ മേഖലയിൽ തന്നെ ഒന്നാമത് തൊഴിലില്ല. തൊഴിൽ മേഖല, ഈ കയർ മേഖല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. കാര്യം ആരും ഇല്ല. ഈ കയർ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ അല്ല ഈ പ്രസ്ഥാനത്തെ ഒന്നും നോക്കാനായിട്ട് ആരുമില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ തന്നെയാണെങ്കിലും കൂലി വർധനവ് 58-48 കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല. തൊഴിലാളികൾക്ക് പല രീതിയിലുള്ള കൂലികളാണ് ഇപ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ പണിയില്ലാത്ത ഇതായി. അങ്ങനെ എല്ലാ വിധത്തിലും ഈ കയർ മേഖലയെ ആകപ്പാട് തകർന്നു നിൽക്കുന്ന ഒരു ഇവിടുത്തെ തൊഴിലാളികളെന്ന് പറയുന്നത് വളരെ വളരെ കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നത്. പെൻഷൻ മുടങ്ങിയിട്ടും ഈ പ്രായത്തിലും പെൻഷൻ കുടിശ്ശിക വന്നതുകൊണ്ട് ഈ പ്രായത്തിലും ജോലിക്ക് വരേണ്ട സാഹചര്യമാണല്ലേ? സാഹചര്യമാണ്. വേറെ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. അത് കാരണം ഇതിന് വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്നതാണ്. ഇതിനൊക്കെ പൈസ എങ്ങനെ ഇപ്പം ഈ ജോലി കൊണ്ട് മാത്രമാണ്? എല്ലാത്തിനും ഈ പൈസ ഇവിടുന്ന് കിട്ടുന്നതാണ്. ഇവിടുന്ന് കിട്ടുന്ന ഒരാൾക്ക് ഒരു ദിവസം കിട്ടുന്ന 1000-1200 രൂപയൊക്കെയാണ് സാധാരണ കൂലിയുള്ളത്. പക്ഷേ കയർ ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ പകുതി കാശ് പോലും നമുക്ക് കിട്ടുകയില്ല. ശമ്പള വർധനമൊക്കെ നേരത്തെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ തീരുമാനിച്ചിരുന്നാലും എന്നാൽ തന്നെ ഈ അസംഘടിത മേഖലയാണ് ഒന്നാമത്തെ. ഇത് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന തൊഴിലാളി വർഗ്ഗമാണ്. ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഏറ്റവും വില കുറഞ്ഞൊരു തൊഴിലാളി വർഗ്ഗമായിട്ട് എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്ന ഏത് സർക്കാരാണെങ്കിൽ തന്നെയും ഈ തൊഴിലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൊണ്ട് യാതൊരുവിധ ഗുണകരമായ ഒരു കാര്യവും ചെയ്യാറില്ല. പിന്നെ വിദേശ നാണ്യം വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിദേശ നാണ്യം പരമ്പരാഗതമായ തൊഴിലാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ദുരിതത്തിലാണ് കഴിയുന്നത്. ഇത് കൊണ്ട് ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ മരുന്ന് മേടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ഈ പുള്ളിയെ പറയുകയാണെങ്കിൽ ഈ പുള്ളിയുടെ 2 പെൺമക്കളാണ്. മകനുണ്ടായത് മരിച്ചു. ഈ ആൾ ജോലി ചെയ്ത് ചെന്നിട്ട് വേണം ആ വീട് റെഡിയാക്കിയിട്ട്. എത്ര വയസ്സുണ്ടോ പുള്ളിക്ക്? ഒരു 76 വയസ്സിലാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത് വളരെ പ്രായമുള്ള ആളുകൾ ഉൾപ്പെടെ ഈ പ്രായത്തിൽ ജോലി വരുന്നതിന്റെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് ഒരുപക്ഷെ വിശദീകരിക്കുന്നതിനപ്പുറമാണ്. കാരണം പെൻഷൻ മുടങ്ങുന്ന, കുടിശ്ശിക വരുന്നു, മാത്രമല്ല മറ്റ് ആനുകൂല്യമൊന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് ഈ പ്രായത്തിൽ പോലും ജോലിക്ക് വരേണ്ട ഒരു സാഹചര്യം. മാത്രമല്ല ഈ ശമ്പളം പോലും മതിയായ രീതിയിൽ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിൽ പെൻഷൻ പ്രായം കഴിഞ്ഞിട്ടും അംശാദായം അടച്ചവർക്കുള്ള പണം ഉൾപ്പെടെ ആ രീതിയിലുള്ള സാമ്പത്തിക സഹായം പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുകൂടി അത്തരം പണങ്ങൾ കൂടി ലഭിക്കാനുണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലാണ് ഈ പറയുന്ന തൊഴിലാളികളെല്ലാം അംഗത്വം എടുത്തിട്ടുള്ളത്. അവിടെ അംശാദായം അടച്ചിട്ട് 60 വയസ്സ് കഴിയുമ്പോൾ ഈ അംശാദായം തിരിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ വിദ്യാഭ്യാസ ധനസഹായം കൊടുക്കുന്നില്ല, മരണത്തിന്റെ ധനസഹായം കൊടുക്കുന്നില്ല, അതുപോലെ മക്കളെ വിവാഹം കഴിപ്പിച്ചു വിട്ടാൽ ഒരു ധനസഹായം ഉണ്ട്, അത് കൊടുക്കുന്നില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് അങ്ങോട്ട് പൈസ മേടിക്കുക എന്നല്ലാതെ തിരിച്ചു കൊടുക്കുന്നതിന് യാതൊരുവിധ പരിഗണനയും കൊടുക്കാത്തൊരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഓർഡറിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, കൂലിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 2 വർഷം കൂടുമ്പം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ളതാണ്. 2 വർഷം കൂടുമ്പോൾ ഇവരുടെ കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ പോകുന്ന ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. ശരി, അസംഘടിത തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ ആലപ്പുഴയിലെ ഒരു കയർ ഫാക്ടറിയിൽ നിന്നുള്ള കാഴ്ചകളാണ്
ശരത് എസ് കാണിച്ചെന്നത് ഈ ദുരിതക്കാഴ്ച. ഇനിയും അതിലെ കൂടുതൽ വിവരങ്ങളും കൂടുതൽ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളും അറിയാനുണ്ട്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയ ആയിരങ്ങളാണ് ഉള്ളത്. അവരുടെ ഭിന്നശേഷിക്കാരിലേക്കാണ്. ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന സ്കോളർഷിപ്പ് മുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഒരാൾക്ക് പ്രതിവർഷം 28,500 രൂപ വീതമാണ് നൽകുന്നത്. ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിക്കുന്നവർക്കാണ് ഈ തുക ലഭിക്കുക. വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക് പകുതി തുക അനുവദിക്കും. ഈ വർഷത്തെ ആദ്യ ഗഡു ഇതുവരെ നൽകിയിട്ടേയില്ല. പെൻഷൻ ഇപ്പോൾ 4 മാസമായി പെൻഡിങ്ങിലുണ്ട്. പിന്നെ ആശ്വാസകിരണം തീരെ കിട്ടുന്നില്ല. സ്കോളർഷിപ്പ് ആണെങ്കിലും മുടങ്ങിക്കിടക്കുകയാണ്. മോനിപ്പോൾ 9 വയസ്സായി. കുന്നമംഗലം UP സ്കൂളിലാണ് പഠിക്കുന്നത്. ഓൻ്റെ അടുത്ത് ഞാനിരിക്കലാണ്. പോൻ അവിടെ ഇരുത്തി പോകുന്നതാണ്. ഒരു ജോലിക്കൊന്നും പോകാൻ കഴിയില്ല. ഇവരെ ഈ പൈസയാണ് ഒരു വരുമാന മാർഗം. സ്കോളർഷിപ്പും കിട്ടിയിട്ടില്ല. പിന്നെ BRCൻ്റെ ഒരു പൈസ ഉണ്ട്, അതും കിട്ടിയിട്ടില്ല. എന്താണ് വേണ്ടത്? BRCൻ്റെ ഒരു 4000 രൂപയാണ് വർഷത്തേക്ക് യാത്രാഭത്താന്നൊക്കെ പറഞ്ഞിട്ട്, അതും കിട്ടിയില്ല. ഈ ആശ്വാസ കിരണത്തിന് എപ്പോഴും എഴുതി കൊടുത്തേ? 2018 ഏപ്രിലിൽ. കിടപ്പ് രോഗികളുടെ മക്കൾക്ക് കിട്ടുന്നതാണ് അല്ലേ? അല്ല, കിടപ്പ് രോഗികൾ കൂട്ടിരിപ്പുകാർക്ക് കിട്ടുന്നതാണ്. ഫുൾ ടൈം ഒരു സേവനം ആവശ്യമുള്ള രക്ഷിതാക്കൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആശ്വാസകിരണം 2 വർഷമായിട്ട് പെൻഡിങ്ങിലാണ്. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം 4000 രൂപ ഇവൻ്റെ കട്ട് ചെയ്താണ്. ഞാനത് ചോദിച്ചവൻ പറഞ്ഞത് ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് 4000 കുറവ്. അതെന്താണ് കുറവ് എന്നുള്ള നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഇവരാണെങ്കിൽ നടക്കാൻ പറ്റൂല. പിന്നെ സ്റ്റിക്ക് ഇല്ലാണ്ടിപ്പോൾ അവന് നടക്കാൻ പറ്റില്ല. സ്റ്റിക്ക് വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയിൽ പോകുന്നതാണ്. അപ്പോൾ അവനാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പെൻഷൻ ആണെങ്കിൽ 4 മാസത്തെ പെൻഡിങ്ങിലാണ്. ഡിസംബർ ആകുമ്പോഴേക്ക് അത് 5 മാസത്തേതാകും. അപ്പോൾ ആശ്വാസകിരണം ഉണ്ടെങ്കിൽ അങ്ങ് ഭയങ്കര ഒരു ഉപകാരം. ഇവർക്ക് ഡോക്ടറെ കാണിക്കാൻ അങ്ങനത്തെ കാര്യത്തിലേക്ക്. ദുരിതമനുഭവിക്കുന്ന മാതാപിതാക്കളുടെ പ്രതികരണമാണ് കണ്ടത്. VS രഞ്ജിത്തുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ അവർ സാധാരണക്കാർക്കൊപ്പം എത്താൻ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത്, ശാരീരികമായി ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നതാണ്. അതിനൊപ്പമാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും. എന്താണ് ഈ രക്ഷിതാക്കൾക്ക് പറയാനുള്ളത്? സ്മൃതി, ഈ ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിൽ ആ കുട്ടികൾ മാത്രമല്ല, ആ കുട്ടികൾക്കൊപ്പം ആ കുടുംബവുമാണ് അതിൽ ദുരിതം അനുഭവിക്കുന്നത്. കാരണം ഒരു ഭിന്നശേഷി കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ആ കുട്ടിക്കൊപ്പം ചിലവഴിക്കേണ്ട സാഹചര്യമുണ്ട്. അവരെ എത്ര വളർന്നു വലുതായാൽ പോലും അവർക്കൊപ്പം സമയം ചിലവഴിച്ചും അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കാൻ ഒപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ആശ്വാസകിരണം പദ്ധതി പ്രകാരം ഈ കുട്ടികളുടെ കൂട്ടിരിപ്പുകാരായിട്ടുള്ള മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആശ്വാസകിരണം പദ്ധതി പ്രകാരമുള്ള പണം കൊടുക്കാറുള്ളത്. അത് ഇതുവരെ കൊടുത്തിട്ടുമില്ല. 2 വർഷമായി മുടങ്ങിക്കിടക്കുന്നു. മാത്രമല്ല പുതിയ അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല. ഒപ്പം ഈ കുട്ടികൾക്ക്, പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. ആ സ്കോളർഷിപ്പും ഈ വർഷം മുടങ്ങിക്കിടക്കുന്നു. പല കുട്ടികൾക്കും സ്കോളർഷിപ്പുകൾ വെട്ടിച്ചുരുക്കുന്ന സാഹചര്യമുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഭിന്നശേഷി കുട്ടികൾക്ക് കൊടുക്കുന്ന പെൻഷൻ എന്ന് പറയുന്നത്. ഈ പെൻഷനും മുടങ്ങിക്കിടക്കുകയാണ്. സ്കോളർഷിപ്പ് കൊടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഓരോ പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളുമാണ്. പക്ഷേ ആശ്വാസകിരണം പദ്ധതി പ്രകാരം പണം കൊടുക്കേണ്ടത് സാമൂഹിക ക്ഷേമ മിഷനാണ്. അപ്പോൾ ഈ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട ഒരു തുകയും കിട്ടുന്നില്ല. പഞ്ചായത്തുകൾ കൊടുക്കേണ്ട തുകയും കിട്ടുന്നില്ല. ഒപ്പം അവർക്ക് പെൻഷനും കിട്ടുന്നില്ല. ഇത്തരത്തിൽ വലിയ ദുരിതത്തിലാണ് ഈ ഭിന്നശേഷി കുട്ടികൾ. ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള നൗഷാദ് തെക്കൽ അല്പം മുമ്പ് നമ്മോട് സംസാരിച്ചിരുന്നു. പല മാതാപിതാക്കളും ആത്മഹത്യയിലെ വക്കിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം പലരും ഇത്തരത്തിൽ പരാതിയുമായി പഞ്ചായത്തുകളിലും ഓഫീസുകളിലും ഒക്കെ കയറി ഇറങ്ങുന്ന ഘട്ടത്തിൽ ഒരു മറുപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. 2 വർഷത്തോളം ആശ്വാസകിരണം മുടങ്ങുമ്പോൾ ഈ ആശ്വാസകിരണത്തിൻ്റെ തുക ഉപയോഗിച്ചിട്ടാണ് ഈ മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികളുടെ യാത്ര, ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പണം ചെലവഴിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ പഠനം എന്ന് പറയുന്നത്, കുട്ടികളെ സ്കൂളിൽ പോകുന്നതും വരുന്നതും ഒക്കെ സാധാരണ കുട്ടികളെ പോലെ ബസ്സിൽ കയറാനോ നടന്നു പോകാനൊന്നും പറ്റില്ല. ഒന്നെങ്കിൽ അവർക്ക് ഓട്ടോറിക്ഷ ഏർപ്പാടാക്കണം, അല്ലെങ്കിൽ ടാക്സികൾ ഏർപ്പാടാക്കണം. അത്തരത്തിലുള്ള സംവിധാനങ്ങളിലുള്ള യാത്രകൾ പോലും ബുദ്ധിമുട്ടിലാവുന്ന, യാത്രകൾ മുടങ്ങി വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികൾ പോലും ഉണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VS രഞ്ജിത്താണ് ഇപ്പോൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കുടുംബങ്ങളുടെ രക്ഷിതാക്കളുടെ പ്രതികരണങ്ങൾ നൽകിയത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് മാത്രമല്ല പ്രശ്നം, ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടും മാസങ്ങളായിരിക്കുന്നു. പ്രസവാനുകൂല്യവും വിദ്യാഭ്യാസ സഹായവും മുടങ്ങിയത് ആയിരക്കണക്കിന് ആളുകൾക്കാണ്. മരണാനന്തര ആനുകൂല്യവും ചികിത്സാ ധനസഹായവും കുടുംബ പെൻഷനും എല്ലാം മുടങ്ങിയ അവസ്ഥയിലാണിപ്പോൾ. ഇനി എത്ര നാൾ കാത്തിരിക്കാം? സന്ദീപ് രാജാക്കാട് ഇടുക്കിയിൽ നിന്നും. സന്ദീപ് രാജാക്കാട്, പ്രസവാനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസാനുകൂല്യങ്ങൾ ഇതൊന്നും ലഭിക്കാത്ത എത്രത്തോളം പേരുണ്ട് ഇടുക്കിയിൽ? എവിടെ നിന്നുള്ള കാഴ്ചകളുമായിട്ടാണ് സന്ദീപ് നിൽക്കുന്നത്?
പ്രദീപ് പരുത്തിക്കാട്. ഞാനിപ്പോൾ നെടുങ്കണ്ടത്തെ ആശാരികണ്ഠം എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത്. ഈ 100 കണക്കിന് വരുന്ന അല്ലെങ്കിൽ 1000 വരുന്ന ആളുകളാണ് അംശാദായം അടച്ച് ഈ ക്ഷേമനിധിയിൽ അംഗങ്ങളായി അതിൻ്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അതിനെ മാത്രം ആശ്രയിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് അലി എന്ന് പറയപ്പെടുന്ന ഒരു ആളുടെ വീട്ടിലാണ്. ഇപ്പോൾ പെൻഷൻ കിട്ടിയിട്ട് എത്ര കാലമായി? ഞങ്ങൾക്കൊരു 5-6 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു കൊച്ചിനിക്ക് വയ്യാതെ കിടപ്പുണ്ട്. ആ കൊച്ചിന് പോലും അങ്ങനെയാണ്. ആ കൊച്ചിന് നോക്കുന്നതിന് 500 രൂപ വെച്ച് ഉണ്ടെന്ന് മതി. ഇപ്പോൾ 2 വർഷം മിച്ചമായി അതും കിട്ടിയിട്ട്. ഇതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ആ വീടൊന്ന് ശരിയാക്കി കിട്ടിയാൽ മതി. ഈ കൊച്ചിനെയും കണ്ട് ഏത് സമയത്ത് ഞങ്ങൾ 3 പേരും മരണത്തിലാണ് കിടക്കുന്നത്. ഇതിൽ നിന്ന് ക്ഷേമനിധി ബോർഡിൽ നിന്ന് പിരിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ എത്ര വർഷമായി? അത് 2 വർഷം കഴിഞ്ഞു. 2-3 വർഷം ആറായി. അതിന് അവിടുന്ന് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ക്ഷേമനിധി ബോർഡിൽ നിന്ന് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഒരാനുകൂല്യം കിട്ടിയിട്ടില്ല, അടച്ച പൈസ തിരിച്ചും കിട്ടി? ഇല്ല, ഒരു ആനുകൂല്യം കിട്ടിയില്ല, അടച്ച പൈസ കിട്ടിയിട്ടുമില്ല. ഇത്തരത്തിലാണ്. അപ്പോൾ ഈ മോൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടത്തുക? മോൻ്റെ കാര്യങ്ങൾ എങ്ങനെ നാട്ടുകാരും അയൽവക്കക്കാരും എല്ലാം കൂടെ നമ്മളെ സഹായിക്കുന്നു. തുച്ഛമായ ശമ്പളത്തിൽ അവൻ്റെ അടുത്ത് ഒരാൾ എപ്പോഴും ഇരിക്കണം. എപ്പോഴും ഞാനിരിക്കും. ഇപ്പം നിങ്ങൾ വന്നാൽ പിന്നെ തന്നെ കണ്ടില്ലേ, മരുന്ന് കൊടുക്കണം, ശാപ്പാട് കൊടുക്കണം, ഒരാളിരിക്കണം. പിന്നെ കുടുംബത്തിൻ്റെ ഒരു ചിലവ് കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. പിന്നെ എനിക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്നിനും പോകാനും പറ്റിയില്ല. വേറെ വരുമാനമൊന്നുമില്ല. പഞ്ചായത്തുകാർ അവിടുന്ന് ഇവിടുന്നെല്ലാം ആൾ വന്ന് അന്വേഷിച്ചിട്ട് പോകുന്നതല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ആശ്രയമായിട്ട് കൃത്യമായി നമുക്ക് കിട്ടിയിരുന്നത് ഒരു ആശ്വാസമായിരുന്നത് ഈ ക്ഷേമ പെൻഷൻ. ഈ പെൻഷനായിരുന്നു. അതുപോലും ഇപ്പോൾ 6 മാസം വെച്ചായല്ലോ കിട്ടാതായിട്ട്. അതുപോലും കിട്ടുന്നില്ല. ചെറുക്കനും കിട്ടുന്നില്ല, എനിക്കില്ല. പിരിഞ്ഞു വന്നിട്ടുള്ള ഇതും കിട്ടുന്നില്ല. ക്ഷേമനിധി അടച്ച ബോർഡിൽ അടച്ച കാശും കിട്ടുന്നില്ല. അതിൽ നിന്ന് ഒരു ആനുകൂല്യം നമുക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അവിടെ പോയി 3 പ്രാവശ്യം അന്വേഷിച്ചു. അവർ പറയുന്ന ഡേറ്റ് ആയില്ല എന്ന് പറഞ്ഞാൽ വിടുന്നത്. വലിയ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. ചെറുക്കന് തന്നെ ഒരു ആശുപത്രി പോക്കിന് ഒരു 40,000 രൂപ ചിലവാകും. തിരുവനന്തപുരം ശ്രീധരയിലെ ചികിത്സ. അവിടുന്ന് മരുന്ന് കുറിച്ചൊന്ന് അത് തന്നെ മേടിക്കണമെങ്കിൽ 3,000 രൂപ 4,000 രൂപ ഒരു മാസം ആവുന്നുണ്ട്. ഇത്തരത്തിലാണ് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യത്തിലാണ് ഇത്തരത്തിൽ വീഴ്ചയുണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് സങ്കടകരമായി തന്നെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും മറ്റൊരു വരുമാനമില്ലാത്ത അല്ലെങ്കിൽ മറ്റൊരു മാർഗവുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ ഈ അലി എന്ന് പറയപ്പെടുന്ന ഇദ്ദേഹം താമസിക്കുന്നത് ഒരു 2 സെൻറ്റിലുള്ള ഒരു ചെറിയ വീട്ടിലാണ്. ആ വീടിൻ്റെ അവസ്ഥ പോലും നമ്മളൊന്ന് കാണുമ്പോൾ അതിദയനീയമാണ് എന്നുള്ളതാണ്. അദ്ദേഹം മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ, ഈ വീട്ടിൽ കിടക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അവസ്ഥയാണ്. ഏത് നിമിഷം വേണമെങ്കിലും താഴത്തേക്ക് ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ഈ വീടുള്ളത്. ഇത് പൂർണ്ണമായും ചോർന്നൊലിക്കുന്ന ഒരവസ്ഥയിലുണ്ട്. ഇത് പുതുക്കി നിർമ്മിക്കുവാനോ ഇതിന് മുകളിൽ ഒരു ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയാണ് താൽക്കാലികമായി ആ വലിയ മഴത്തുള്ളികളെയൊക്കെ ഒന്ന് തടഞ്ഞു നിർത്തി ഇവർ ഇതിനകത്ത് കിടന്നുറങ്ങുന്നത്. ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ അകപ്പെട്ടു പോവുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. കാരണം ഇതൊന്നും ശരിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊപ്പമാണ് ഈ മരുന്നിനും അത്യാവശ്യം മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി കിട്ടിയിരുന്ന ഈ ഒരു ക്ഷേമ പെൻഷൻ കൂടി ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹത്തെ പോലെ 100 കണക്കിന് വരുന്ന 1000 കണക്കിന് വരുന്ന മനുഷ്യരാണ് നമ്മുടെ ഇടുക്കിയുടെ മലയോരത്തുള്ളത്. പറ്റുന്ന കാലത്തൊക്കെ കൃത്യമായി കൂലിപ്പണി എടുത്ത് കൂലിവേല ചെയ്ത് ആ കൂലിവേലയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം അംശാദായമായി അടച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുമെന്ന് കാത്തിരിക്കുമ്പോൾ അത് വർഷങ്ങളായി മുടങ്ങുന്നു, മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്കത് തിരിച്ചു കിട്ടേണ്ട അർഹതയുള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ഒരു പെൻഷൻ കൊടുക്കുന്നത് പോലെയല്ല, അംശാദായകൻ അങ്ങോട്ട് അടച്ചിരിക്കുന്ന പണം അത് കാലാവധി കഴിയുമ്പോൾ തിരികെ നൽകേണ്ട ഒരു സാഹചര്യം അതുപോലും കൃത്യമായി നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. അങ്ങനെ കൊടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ്. പ്രസവാനുകൂല്യം 1774 പേർക്കായിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ കിടക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ധനസഹായം മുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. 1 വർഷത്തിലധികമായി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിലായി മുടങ്ങിക്കിടക്കുകയാണ്. മുടങ്ങിക്കിടക്കുമ്പോൾ ദുരിതം അനുഭവിക്കുന്നത് ഇദ്ദേഹത്തെ പോലുള്ള ഒരുപിടി ആളുകളാണ്. അതിന് സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകാതെ ഇവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വലിയ അവസ്ഥ ഉണ്ട് എന്നുള്ളതിന്റെ കിടപ്പ് രോഗിയായ ഒരു മകനൊത്തുള്ള വൃദ്ധനായ ഒരു പിതാവിന്റെ ദുരിതക്കാഴ്ചയാണ് ഇപ്പോൾ സന്ദീപ് രാജാക്കാട് ഇടുക്കിയിൽ നിന്ന് കാണിച്ചത്. ഇതേപോലുള്ള ഒരുപാട് ജീവിതങ്ങൾ അവിടെയുണ്ട് എന്നും സന്ദീപ് റിപ്പോർട്ട് ചെയ്യുന്നു.
കിടപ്പ് രോഗികൾക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുമായി സർക്കാർ തുടങ്ങിയ ആശ്വാസ കിരണം പദ്ധതി നിലച്ചിട്ട് മാസങ്ങളായിരിക്കുന്നു. ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞിട്ടാണ് സാമൂഹ്യനീതി വകുപ്പ് ധനസഹായം നിർത്തിവച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പേരാണ് ഇതുമൂലം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത്. ആശ്വാസ കിരണത്തിനും ആശ്വാസമില്ല. ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാർക്ക് കൂട്ടിയിരിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പോകാൻ വയ്യ. അവരെ നോക്കിയിട്ട് അവരുടെ കൂടെ വീടകങ്ങളിൽ ഇവരും കൂട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ തരുന്ന ആ ആനുകൂല്യം വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത്തരക്കാരെ സംബന്ധിച്ച് അത് വളരെ ഖേദകരമാണ്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ശ്രദ്ധ ഇതിലേക്ക് വരണം. കാരണം ഇത് കാത്തു കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളെ സംബന്ധിച്ച് 600 രൂപ എന്നുള്ളതല്ല, ആ നമ്മൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് കാത്തു കിടക്കുന്ന ആളുകളിലേക്ക് കൃത്യമായിട്ട് അത് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. മുബഷീർ പി അക്ബർ മലപ്പുറത്തു നിന്ന്. മുബഷീർ, ഇപ്പോൾ ആശ്വാസകിരണം ഒട്ടും ആശ്വാസമാകുന്നില്ല ആ പദ്ധതി എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മലപ്പുറത്തെ കാഴ്ചകൾ എങ്ങനെയാണ് മുബഷീർ? സ്മൃതി, ഇവിടെ നമ്മൾ സംസ്ഥാനത്തുടനീളം പലതരത്തിലുള്ള പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്ന വിഷയം ലൈവത്തോണായി ചർച്ച ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം കണക്കുകളിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കൂട്ടിരിപ്പുകാർ വീടുകളിലുള്ള മലപ്പുറം ജില്ലയിലെ അവരുടെ അവസ്ഥ പരിശോധിക്കുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ ലഭിക്കാതിരുന്ന കുടിശ്ശിക ഇപ്പോൾ ചെറിയ രീതിയിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ അവരോടൊപ്പം ലഭിച്ചിരുന്ന ആശ്വാസ കിരണം പദ്ധതി 600 രൂപയാണ് മാസത്തിൽ രോഗികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൂട്ടിരിക്കുന്ന കൂട്ടിരിപ്പുകാർക്കും അതുപോലെ തന്നെ മറ്റു രോഗം മൂലം കിടപ്പിലായവർക്കും മറ്റു മാനസിക പ്രശ്നങ്ങളുള്ളവർക്കും സർക്കാർ നൽകിയിരുന്നു. 2010 ആരംഭിച്ച പദ്ധതി 2 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇത്തരം വീടുകളിലെ കുടുംബങ്ങളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കേവലം 600 രൂപയാണ്, തുച്ഛമായ തുകയാണ്. പക്ഷേ അത് ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്രയമായിരുന്നു എന്നുള്ളതാണ്. കാരണം മാസം 600 രൂപ ലഭിക്കുമ്പോൾ അതുവഴി അവർ വാങ്ങുന്ന മരുന്നുകൾ മറ്റു ചിലവുകളൊക്കെ തന്നെ അവർക്ക് കൃത്യമായിട്ടും സമാഹരിക്കാൻ സാധിച്ചിരുന്നു. 2 വർഷമായിട്ട് ആ ഒരു തുക ലഭിക്കാതായതോടെ വലിയ പ്രതിസന്ധി ഈ ഒരു മേഖലയിലുള്ള ആളുകൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് കുടുംബങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ഭിന്നശേഷി കൂട്ടായ്മയിലെ ഒരു സ്ഥിരം സാന്നിധ്യമായ അവർക്കൊക്കെ തന്നെ വേണ്ടി പ്രവർത്തിക്കുന്ന മമ്പുറത്തുള്ള ബഷീർ മമ്പുറം എന്ന് പറയുന്ന വ്യക്തിയോട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഇത്തരം സംഘടനയുടെ പ്രതിനിധി കൂടിയാണ്. അദ്ദേഹം കൃത്യമായിട്ടും ഒരു കണക്ക് നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ ആളുകൾ, കുടുംബങ്ങൾ തന്നെ ഈ വിധത്തിൽ ഈ ഒരു തുകയെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതിൽ തന്നെ ഏറ്റവും അധികം വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഈ മലപ്പുറം ജില്ലയിലെ കുടുംബങ്ങളെ സംബന്ധിച്ച് ഒരു തുക ലഭിക്കാത്തത് മൂലം അവർ അതിനനുസരിച്ച് മാറ്റിവെച്ചിരുന്ന മരുന്നുകൾ, ആ ഒരു തുകയ്ക്കനുസരിച്ച് വാങ്ങിയിരുന്ന മറ്റു വസ്തുക്കൾ, രോഗവുമായി ബന്ധപ്പെട്ട മറ്റു മരുന്ന് വസ്തുക്കളൊക്കെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തീർത്തും സാധാരണക്കാരായ അല്ലെങ്കിൽ അതിനും താഴെ വരുന്ന മനുഷ്യരായിരുന്നു ഈ ഒരു സംവിധാനത്തെ, ഈ ഒരു പദ്ധതിയെ ആശ്രയിച്ചിരുന്നത്. അത് പൂർണ്ണമായും നിലച്ചൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. സാമൂഹ്യനീതി വകുപ്പിൽ നമ്മൾ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ അവർ പറയുന്നത് ആ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു വിഭാഗമായി ഭിന്നശേഷി വിഭാഗത്തിലെ ആളുകൾക്ക് സാമൂഹ്യനീതി വകുപ്പ് പെൻഷൻ നൽകുന്നുണ്ട്. അവരോടൊപ്പം തന്നെ ആശ്വാസ കിരണം പദ്ധതിക്ക് വേണ്ട തുക മാറ്റിവെക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അനൗദ്യോഗികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 65 കോടിയിലധികം രൂപ തന്നെ ഈ ഒരു ഇനത്തിൽ കുടിശ്ശികയായി നിലവിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായിട്ടും സർക്കാരിൻ്റെ ഇടപെടൽ വേണമെന്നുള്ളതാണ് കുടുംബങ്ങളുടെ ആവശ്യം. വിശേഷിച്ചും ഈ മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, വീടുകളിലുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ, വീടുകളിലുള്ള ഉമ്മമാരും ഉപ്പമാരൊക്കെ തന്നെ നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. സ്മൃതി, മലപ്പുറത്ത് നിന്നും. ശരി, മലപ്പുറത്തെ കാഴ്ചകളാണ് മുബഷീർ പി അക്ബർ കാണിച്ചത്. കണ്ണൂരിലേക്കാണ്. നെയ്ത്തു തൊഴിലാളികൾ ഏറെയുള്ള ഇടമാണ്. കണ്ണൂരിലെ നെയ്ത്തു തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നവരുടെ ജീവിതം കാണേണ്ടതുണ്ട്. കണ്ണൂരിൽ മാത്രം 2000-ഓളം പേരാണ് പ്രയാസം അനുഭവിക്കുന്നത്. നെയ്ത്ത് വ്യവസായം തന്നെ വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിലാണ് ക്ഷേമ പെൻഷൻ പോലും ലഭിക്കാത്ത അവസ്ഥ വരുന്നത്. ക്ഷേമ പെൻഷൻ ലഭിക്കാതെയായതോടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണിവർ. പെൻഷൻ ഇപ്പോഴും കിട്ടാൻ 5 മാസം കുടിശ്ശികയായി നിൽക്കുന്നുണ്ട്. ബാക്കി ഇപ്പം മാസത്തിൽ ഓരോ മാസം പിന്നെ ഈ മാസം വന്നില്ല. അവർ തരുന്ന് പറയുന്നല്ലാത്ത ഇതുവരെയും ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ക്ഷേമനിധിയിൽ അടച്ച പൈസയല്ലേ നമുക്ക്, അല്ലേ? അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ആ അടച്ച പൈസ നമുക്ക് തിരിച്ചു തരുന്നില്ല.
അതിനെന്തെങ്കിലും പരിഹാരം കാണണം. പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പൈസ നമുക്ക് തരൂല. നമ്മളെ വൈവാഹിക കല്യാണം കഴിയത്ത് പക്ഷെ അവർ തരാന്നിങ്ങനെ പറയുന്നുണ്ടാവും, പക്ഷെ കിട്ടില്ല. പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ കുറേ ആളുണ്ട് അങ്ങനെ ഭർത്താവ് വെച്ചവർ, അവരെല്ലാവരും അങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്ക് 6 വർഷമായി കിട്ടാത്തത്. അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, കണ്ണൂർ കൈത്തറി ഏറെ പ്രശസ്തമാണ്, പക്ഷേ അവരുടെ ജീവിതം അത്ര സുഖകരമല്ല എന്നുള്ളത് കാലങ്ങളായി അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ പെൻഷൻ കൂടി മുടങ്ങുന്ന അവസ്ഥ എന്താണ് തൊഴിലാളികൾ പറയുന്നത്? സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ തറികളുടെയും തിറകളുടെയും നാടാണ് കണ്ണൂർ. കണ്ണൂരിലെ കൈത്തറി ഏറെ പ്രശസ്തവുമാണ്. ഏകദേശം 4000-ലധികം 4000-നും 6000-നും ഇടയിൽ പേർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ 2000-ൽ ഏറെ പേർ, അതായത് ഈ ജോലി ചെയ്ത് ഇപ്പോൾ പ്രായാധിക്യം കാരണം ഈ ജോലി ഉപേക്ഷിച്ച് വിശ്രമത്തിൽ കഴിയുന്നവർക്കാണ് ഈ പെൻഷൻ നൽകുക. ക്ഷേമനിധി ബോർഡിൽ നിന്നാണ് ഈ പെൻഷൻ ലഭിക്കേണ്ടത്. പക്ഷേ 2000-ലേറെ പേർക്ക് ഇപ്പോഴും ഈ പെൻഷൻ ലഭിക്കുന്നില്ല എന്നത് സങ്കടകരമായ കാഴ്ചയാണ്. നമ്മൾ ഈ കൈത്തറി പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ഈ വനിതകളുടെ അവരുടെ അടുത്തേക്ക് പോയപ്പോഴാണ് മറ്റൊരു പെൻഷൻ്റെ കഥ, അതായത് ഈ വിധവാ പെൻഷനും അതുപോലെ തന്നെ അവിവാഹിത പെൻഷനും സമാനമായ രീതിയിൽ തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. ഈ നെയ്ത്ത് തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ 5 മാസത്തെ തുക ഇപ്പോഴും കുടിശ്ശികയായി നിൽക്കുകയാണ്. ഈ മാസത്തെ പെൻഷനും അവർക്ക് ലഭിച്ചിട്ടില്ല. ഇടയ്ക്ക് അതായത് കഴിഞ്ഞ മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു, പക്ഷേ കുടിശ്ശികയായി നിൽക്കുന്ന ആ ഒരു 5 മാസത്തെ പെൻഷൻ കാലങ്ങളായി ഇവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസമാണ്. ആ തുക ഒന്നായി തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ആശ്വാസമാകും എന്നുള്ളതാണ് അവരെല്ലാം തന്നെ പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സർക്കാരിന് മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനകത്ത് ഒരുപോലെ ഉത്തരവാദികളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഈ യൂണിയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുടെ ഫണ്ടുകൾ ലഭിച്ചാൽ ഈ ബോർഡിന് ഇതിനകത്ത് ഈ പറയുന്ന രീതിയിൽ കുടിശ്ശികയുള്ള തുക നൽകാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. ഏകദേശം 5 മാസത്തോളമുള്ള, അത് ഏറ്റക്കുറച്ച് ചില സ്ഥലങ്ങളിൽ 6 മാസത്തോളം കുടിശ്ശികയായി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ചില തൊഴിലാളികൾക്ക് അത് 5 മാസത്തെ കുടിശ്ശികയായാണ് ഇപ്പോൾ ബാക്കിയിരിക്കുന്നത്. മറ്റ് ക്ഷേമനിധി ബോർഡുകളായി ഇപ്പോൾ നിർമ്മാണ തൊഴിലാളികളൊക്കെ 16 മാസത്തോളം പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. എന്നാൽ അത്രത്തോളം ഇല്ലെങ്കിൽ കൂടി ഇവരുടെ പ്രയാസവും വലിയ രീതിയിൽ പ്രയാസമാണ്. 5 മാസത്തെ തുക ഇപ്പോഴും കുടിശ്ശികയായി നിൽക്കുകയാണ്. ഈ മാസത്തെ പെൻഷൻ തുക ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. അതിന് പുറമെ ഈ പറയുന്ന ക്ഷേമനിധി ബോർഡിൽ നിന്നും അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട, ഈ മേഖലയിലെ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കേണ്ട ഇൻസെൻറ്റീവ് ഉൾപ്പെടെ 6 വർഷത്തെ തുക ഉൾപ്പെടെ പെൻഡിങ്ങിലാണ് എന്നുള്ള കാര്യം ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, പെൻഷനല്ല പക്ഷേ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കൈത്തറി മേഖലയിലെ ഈ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് ഈ പെൻഷൻ ലഭിക്കാത്ത വലിയ രീതിയിൽ പ്രയാസമാണ്. 5 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ ഇവർക്ക് ബാക്കിയുള്ളത്. അതിന് പുറമെ ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രയാസം എന്ന് പറയുന്നത് അതായത് വാർദ്ധക്യകാല പെൻഷൻ ഉൾപ്പെടെ വാങ്ങുകയാണെങ്കിൽ ഇവരുടെ ഈ ക്ഷേമനിധി പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് നൽകുന്ന പെൻഷൻ ഇവർക്ക് വാങ്ങാൻ വേണ്ടി കഴിയില്ല. ഇവർ അടച്ച പെൻഷൻ പണം പോലും ഇവർക്ക് തിരികെ കിട്ടാത്ത അവസ്ഥ. അതാണ് കണ്ണൂരിലെ കൈത്തറി തൊഴിലാളികളുടെ കാഴ്ച. ശരി അർജുൻ, ഏതായാലും കേരളത്തിന് അങ്ങ് നിന്ന് ഇങ്ങ് വരെയുള്ള വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ തൊഴിലാളികളുടെ ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപോയത്. ക്ഷേമ പെൻഷന്റെ 98% നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. 2% കേന്ദ്രവിഹിതമാണ്. PFMS വഴിയാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുക. ഒരാൾക്ക് സംസ്ഥാനം 1600 രൂപ അനുവദിക്കുമ്പോൾ കേന്ദ്രവിഹിതം 300 രൂപയാണ് നൽകേണ്ടത്. സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണുള്ളത്. ഈ കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള കേന്ദ്രവിഹിതത്തിന്റെ കുടിശ്ശിക മാത്രം 400 കോടി രൂപയാണ്. കണ്ണു തുറക്കൂ സർക്കാർ. വിവരങ്ങളുമായി TV പ്രസാദ് ഉണ്ട്. പ്രസാദ്, ഇപ്പോൾ ഈ 98% സംസ്ഥാന സർക്കാർ വിഹിതമായിരിക്കുമ്പോൾ 2% നൽകേണ്ട കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് സംസ്ഥാനം ആവർത്തിച്ച് പറയാറുള്ളത്. ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്തവരുടെ വലിയ പട്ടിക, വലിയ കണക്കുകൾ, വിവിധ തൊഴിൽ മേഖലയിലുള്ളവരുടെ പ്രയാസങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. എന്താണ് സർക്കാർ ഇതിൽ പറയുന്ന ന്യായം? ഇപ്പോഴും കേന്ദ്രവിഹിതമില്ല എന്നൊരു ഒറ്റ ന്യായത്തിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകൾ, പ്രതിസന്ധികൾ എന്താണ്? സ്മൃതി, ഇത് പറയുമ്പോഴും ഇപ്പോൾ ഏതാണ്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന രീതിയിലാണ് ധനകാര്യ വകുപ്പിൻ്റെ ഒരു പ്രതികരണമായി വരുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ മാസം കൊടുത്തിട്ടുണ്ട്. അത് പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും വയനാടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് എന്ന് ഏവർക്കും മനസ്സിലാവുകയും ചെയ്യും. ധൃതി പിടിച്ച് 1 മാസത്തെ തുക കൊടുത്തു.
മാത്രമല്ല നേരത്തെ ഓണത്തിൻ്റെ സമയത്ത് കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴും 5 മാസത്തെ കുടിശ്ശിക നിലനിൽക്കുകയാണ്. അത് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലാണ്. വാർദ്ധക്യകാല പെൻഷൻ, അതുപോലെ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ, വിധവാ പെൻഷൻ എന്നീ ഗണങ്ങളിൽപ്പെടുന്ന ക്ഷേമ പെൻഷനുകളാണ് ഈ പറയുന്ന 5 മാസത്തെ കുടിശ്ശികയായി നിലനിൽക്കുന്നത്. അത് ഒന്നിച്ച് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ആശ്വാസമാകും എന്നുള്ളതാണ്. പക്ഷേ അതെപ്പോൾ കിട്ടും എന്ന കാര്യത്തിൽ ഒരു പിടിയുമില്ല. ചുരുക്കത്തിൽ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ശ്രുതി ഇതിൽ അതിരൂക്ഷമായ ഒരു കാര്യം എന്ന് പറയുന്നത്. പല ഘട്ടങ്ങളിൽ നമുക്കറിയാം പല പദ്ധതികളും മുടങ്ങിക്കിടക്കാൻ കാരണവും തദ്ദേശ സ്ഥാപനങ്ങൾക്കായാലും മറ്റായാലും ഈ പറയുന്ന സംസ്ഥാനത്തിൻ്റേതായി ഭാഗമായി വരുന്ന ഫണ്ടുകൾ കിട്ടാത്തതും കരാറുകാർക്ക് പണം കൊടുക്കാത്തതും അതുപോലെ ആരോഗ്യ മേഖലയിൽ മരുന്ന് കമ്പനികൾക്ക് പണം കൊടുക്കാനില്ലാത്തതുമായി നിരവധി വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. അതിൽ കേരളം പറയുന്ന ന്യായം എന്നുള്ളത് കേന്ദ്രം വേണ്ടത്ര സഹായം തരുന്നില്ല, കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രുതി, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് പ്രതീക്ഷിച്ച് കുറേ പേർ ജീവിക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പെൻഷൻ കിട്ടുന്നതിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ശേഷിയുള്ളവരാണ്. പക്ഷേ അതില്ലാത്ത ഒരു വിഭാഗമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർ ഈ പെൻഷനെ ആശ്രയിക്കുന്നു, അവർക്കിത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ക്ഷേമനിധി ബോർഡുകളുടെ കാര്യമാണ് അതിലും വലിയ കഷ്ടം. നേരത്തെ അരുൺ റിപ്പോർട്ട് ചെയ്ത കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ 16 മാസമായിട്ടും പെൻഷൻ കിട്ടാത്തവരുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. മാത്രമല്ല അവർക്ക് 2023 മാർച്ച് മുതൽ, അതായത് ഏതാണ്ട് 1.5 വർഷത്തിലേറെയായി മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതിന്റെ ഭാഗമായി അവർ അംശാദായം 5 മാസം 6 മാസം 3 മാസം ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള വിവിധ കണക്കുകളാണ് പറയുന്നത്. ഒരുപാട് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ രക്ഷിതാക്കൾ, തീരെ വയ്യാതെ കിടപ്പ് രോഗികളായ മക്കളെ നോക്കുന്ന വൃദ്ധരായ മാതാപിതാക്കൾ, ഒരുപാട് കാഴ്ചകളാണ് ഇപ്പോൾ ഞങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ വേഗത്തിൽ പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.